ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് സ്കൂളിൽ, ഞാൻ ചാവക്കാട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്കൂളിൽ +2 പഠിക്കുന്ന ഹാഫിളായ കുട്ടി, അവൻ പഠനത്തിൽ ചെറിയ പ്രശ്നമൊക്കെ ആണെന്ന് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ, ഞാനൊരു കൗൺസിലറും കൂടി ആയതുകൊണ്ട് ഞാൻ അവനോട് ചോദ്യമൊന്നും ചോദിച്ചില്ല. ഇങ്ങനെ വളരെ വട്ടം കെട്ടിപ്പിടിച്ച് ഒന്ന് ചേർത്ത് നിർത്തി എന്താ വിശേഷം, വീട്ടുവിശേഷമൊക്കെ ചോദിച്ച് സൗഹൃദം പങ്കിട്ട് കഴിഞ്ഞപ്പോൾ 3-ാമത്തെ ദിവസം അവൻ പറഞ്ഞു, സാറേ ഒന്ന് കാണണം. അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞ കഥ കേട്ടിട്ട് എനിക്ക് ആദ്യമായി ജീവിതത്തിൽ കിട്ടുന്ന അറിവാണ്. അപ്പോൾ നമ്മൾ ഈ MDMA കേട്ടിട്ടുണ്ട്. 3 തരം MDMA ഉണ്ടെന്ന് ഞാൻ അന്നാണ് കേൾക്കുന്നത്. ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്, റോസ് ഉണ്ടെന്ന് കേൾക്കുന്നത്, പിങ്ക് കളറുണ്ടെന്ന് കേൾക്കുന്നത്. ചാവക്കാട് നിന്ന് രാത്രി വാപ്പ ഗൾഫിലാണ്, ഉമ്മ ഉറങ്ങിക്കഴിയുമ്പോൾ ബൈക്കെടുത്ത് കൊച്ചിയിൽ വന്ന് സാധനം വാങ്ങി ഉപയോഗിച്ച് സുബഹിക്ക് മുമ്പ് വീട്ടിൽ കയറുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട് നമ്മൾ വിചാരിക്കുന്നു മതനിഷ്ഠയോടുകൂടി വളർത്തിയ, സത്യസന്ധമായി വളർത്തിയ നമ്മുടെ മക്കൾ ഇനി ഒരു കെണിയിലും വീണു പോകില്ല. ഞാൻ പറഞ്ഞിത്രേ ഉള്ളൂ, എൻ്റെ വീട്ടിൽ നിന്നും ഒരാൾ ഇതിന് അടിമപ്പെടുന്നവരെ, എൻ്റെ മകൻ, എൻ്റെ മകൾ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ, ഇതിൽ പെടുന്നത് വരെയാണ് നമ്മളുടെ സേഫ് സോൺ എന്ന് പറയുന്നത്. നമ്മൾ എത്രയൊക്കെ സാർ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞാൽ ആ കഥകൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമ്മൾ എത്രയൊക്കെ സേഫ് സോണിൽ വളർത്തിയാലും എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ഇതിന് അടിമപ്പെട്ടു പോകുന്നു? അതുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ആകെ 45 മിനിറ്റ്സാണ് തന്നിരിക്കുന്നത്. അതിനുള്ളിൽ ചെറിയ ചില കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളാരാണ്? ഒന്ന് നോക്കി, ഒന്ന് തിരിഞ്ഞു. പറഞ്ഞത് ചില കാര്യങ്ങൾ ഒന്ന് ഞാൻ ഈ പറയുമ്പോൾ ഒന്ന് നോക്കൂ. അടുത്തിരിക്കുന്ന ആളെ അറിയുമോ എന്ന് നോക്കൂ. മിക്കവാറും നിങ്ങൾ അറിയുന്ന ഒരാളായിരിക്കും അടുത്തിരിക്കുക. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളുടെ കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട്, കയ്യിലോ കാലിലോ ഷോൾഡറിലോ ഒന്ന് തൊട്ടിട്ട് നിങ്ങൾ അവരോട് ഒരു നല്ല കാര്യം, എന്തെങ്കിലും ഒരു വാക്കൊന്ന് പറഞ്ഞ് സന്തോഷം തോന്നുന്ന ഒരു ചെറിയ കാര്യം തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ബോഡിയിൽ ഒന്ന് തൊട്ടിട്ട് ഒന്ന് പറഞ്ഞേ. ജസ്റ്റ് ഒരു കാര്യം മതി, ഒരു കാര്യം, എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ഒന്ന് പറയൂ തൊട്ടടുത്തിരിക്കുന്ന ആളോട്. പറഞ്ഞോ? ചിലർ മസിൽ പിടിച്ചിരിക്കുക. പടച്ചവനെ ഓർത്തി മസിലൊന്ന് വിട്. നിങ്ങൾക്ക് നല്ല ബുദ്ധിയും നല്ല അനുഭവവും അറിവും ഒക്കെ ഉണ്ട്, പക്ഷേ ഇതിങ്ങനെ വീർപ്പിച്ച് പിടിച്ചുകൊണ്ടിരിക്കുക എന്തിനാണ്? ഒന്ന് വിട്, ഒന്ന് ചിരിക്ക്. ആ അടുത്തിരിക്കുന്ന ആളുടെ കണ്ണിലൊന്ന് നോക്കിയിട്ട് ചുമ്മാ എന്തു പറയും? അതാണ് പ്രശ്നം. എന്ത് നല്ലത് പറയുമെന്ന് അറിഞ്ഞുകൂടാ. നോക്കുമ്പോൾ എന്താ കണ്ടേ? അങ്ങോട്ട് നോക്കുമ്പോൾ എന്താ കണ്ടത്? സാറേ അതിപ്പോൾ എന്ത് നല്ലത് പറയും? ഒന്നും പറയണ്ടാന്ന്. ഇട്ടിരിക്കുന്ന ഷർട്ട് നല്ലതാണെന്ന് പറയാൻ അയാളെക്കുറിച്ച് അറിയണ്ടല്ലോ. നല്ല കണ്ണടയുണ്ടെന്ന് പറയാൻ ഒരു അറിവും വേണ്ടല്ലോ. നല്ല ചെരുപ്പാണ്, നല്ല വാച്ചാണ്, നല്ല താടിയുണ്ട്, നല്ല ചിരിയുണ്ട്, എന്തെങ്കിലും ഒരു കാര്യമൊന്ന് പറയൂ. നേരിട്ട് കാണുന്ന ശരീരത്തെക്കുറിച്ച്, അയാളുടെ വസ്ത്രത്തെക്കുറിച്ച്, അയാളുടെ ലുക്കിനെ കുറിച്ച് വെറുതെ ഒരു നല്ല വാക്ക്. ഇനി ഒന്നുകൂടി നോക്കിക്കേ, ഒരു വാക്ക് പറയാനുണ്ടോയെന്ന് അടുത്തിരിക്കുന്നവരോട്. ചുമ്മാ ഒന്ന് ശ്രമിക്കൂ. ഞാൻ ഈ പറഞ്ഞു തന്നെ എന്താ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരാളെക്കുറിച്ച് ഒരു നല്ലത് പറയാൻ നമുക്കൊരു മടിയുണ്ട്. മലയാളിക്ക് മടിയുണ്ട്. പറയും. എപ്പോഴാണെന്നറിയോ? ഒരാളെക്കുറിച്ച് എപ്പോഴാണ് നമ്മൾ നല്ലത് പറയുക? സത്യസന്ധമായി ചങ്കി കൈവച്ചിട്ട് അവതാനം ഓർത്തെന്ന് പറഞ്ഞ് ഒരാളെക്കുറിച്ച് നമ്മൾ എപ്പോഴാണ് നല്ലത് പറയുക? പറഞ്ഞേ. അയാൾ ചത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ട് അവൻ്റെ 16 അടിയന്തരം ഉണ്ടിട്ട് വന്നിട്ട് പല്ലിൻ്റെ അടുത്തിട്ട് നമ്മൾ പറയും നല്ല മനുഷ്യനായിരുന്നു, പാവം മരിച്ചുപോയി. അതുവരെ നമ്മൾ അവൻ്റെ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും? അവൻ്റെ എന്തെങ്കിലും കുറവുണ്ടോ കുറ്റമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് മലയാളിയുടെ ഒരു അവസ്ഥയാണ്. നമ്മൾ ഒരാളുടെ അനുശോചന പ്രസംഗം കേട്ട് നോക്കൂ. ജീവിതത്തിൽ ഏറ്റവും മിടുക്കനായ ആൾ, സത്യസന്ധനായ ആൾ അയാളായിരിക്കും. പക്ഷെ അയാൾ മരിക്കുന്നത് വരെ നിവൃത്തിയുണ്ടെങ്കിൽ, അതായത് മലയാളി ഒരാളുടെ നല്ലത് പറയുന്നത് അവൻ കേൾക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടേ പറയുള്ളൂ. ഇനി നമ്മുടെ വീട്ടിലേക്ക് വന്നേ. നമ്മുടെ വീട്ടിൽ ഒരാൾ, നമ്മൾ ഈ ലോകം നന്നാക്കാനാണല്ലോ നടക്കുന്നത്. നമ്മളിപ്പോൾ മേഖലാ സമ്മേളനം വിളിക്കുന്നത് ഈ മേഖല മുഴുവൻ നന്നാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. നമ്മൾ സംസ്ഥാന സമ്മേളനം വിളിക്കുന്നത് സംസ്ഥാനം മുഴുവൻ നന്നാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ജീവിതത്തിൽ ഒരു 20 വർഷം വരെ അയാളിങ്ങനെ ഈ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കും, നിരീക്ഷിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറയുക. ലോകം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. ഒരു 20 വയസ്സ് കഴിയുമ്പോൾ അയാൾക്ക് തോന്നും ഈ ലോകമൊന്നും നന്നാക്കാം. ഒരു 10 വർഷം അയാൾ ലോകം നന്നാക്കാൻ നടക്കും. അപ്പം മനസ്സിലാകും ഇത് നന്നാവില്ല. പിന്നത്തെ ഒരു 10 വർഷം അയാൾ വിചാരിക്കും ലോകം ഞാൻ നോക്കിയാൽ നന്നാവില്ല, അതുകൊണ്ട് ഇന്ത്യ ഒന്ന് നന്നാക്കാം.
ഒരു 30 to 40 അയാൾ ഇന്ത്യ നന്നാക്കാൻ ശ്രമിക്കും. 40 വയസ്സാകുമ്പോൾ മനസ്സിലാവും ഞാൻ നോക്കിയാൽ ഇന്ത്യ നന്നാവില്ല. പിന്നെ ഒരു 40 to 50 അയാൾ ഈ കേരളം സംസ്ഥാനം ഒന്ന് നന്നാക്കാൻ വിചാരിക്കും. ഒരു 50 വയസ്സാകുമ്പോൾ അയാൾ മനസ്സിലാവും ഞാൻ നോക്കിയാൽ സംസ്ഥാനവും നന്നാവില്ല. അത് 50 to 60 അയാൾ വിചാരിക്കും എങ്കിൽ വേണ്ട എൻ്റെ ജില്ലയൊന്ന് നന്നാക്കാം. അപ്പോൾ അയാൾ നോക്കുമ്പോൾ 60 വയസ്സാകുമ്പോഴും ജില്ലയും നന്നാവില്ല. ഒരു 60 to 70 എങ്കിൽ പിന്നെ താലൂക്ക് നന്നാക്കി കളയാം. നമ്മൾ ഇതുപോലെ സമ്മേളനമൊക്കെ വിളിക്കും. അപ്പോഴും മനസ്സിലാവും ഇതും നന്നാവില്ല. അവസാനം ഒരു 70 to 80 അയാൾ വിചാരിക്കും സ്വയം ഒന്ന് നന്നാവാം, അല്ലെങ്കിൽ വീട് നന്നാക്കാം എന്ന് വിചാരിക്കും. അത് പൂർത്തിയാക്കാൻ അയാൾക്ക് പറ്റില്ല. അപ്പോഴേക്കും ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് പോയിട്ടുണ്ടാകും. അതായത് നമ്മൾ പൊതുവെ മറ്റതിനൊക്കെ നന്നാക്കാനാണ് ശ്രമിക്കുക. അവൻ നന്നാവണം, അയാൾ നന്നാവണം, ഭരണകൂടം നന്നാവണം, സമൂഹം നന്നാവണം, സംസ്ഥാന കമ്മിറ്റി നന്നാവണം, മറ്റേ ഗ്രൂപ്പ് നന്നാവണം, പഞ്ചായത്ത് കമ്മിറ്റി നന്നാവണം, പ്രതിപക്ഷം നന്നാവണം, വീട്ടിൽ വൈഫ് നന്നാവണം, എൻ്റെ കൊച്ച് നന്നാവണം. ഞാനതിങ്ങനെയാണ് പോവുള്ളൂ. നമ്മൾ ഈ മുളകക്കാർ ഞങ്ങളൊരു കഥ പറയും. ഞാൻ ഈ മുളകക്കാരൻ തന്നെയാണ്, അതുകൊണ്ടാണ്. നമ്മുടെ മുളകപ്പള്ളി ചന്ദ്രകുളത്തിന് പിന്നെ ആനപ്പുറത്ത് കയറി കൊടി പൊക്കുന്ന പരിപാടിയുണ്ട്. മുളകക്കാരുണ്ടെങ്കിൽ അറിയാം. കഥയാണ് കേട്ടോ, പകുതി കഥയാണ്, പകുതി യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആനപ്പുറത്ത് കയറി കൊടി പൊക്കുന്നത് ആ വർഷത്തെ പ്രധാനപ്പെട്ട കൈക്കാരനാണ്. അപ്പോൾ നമുക്കൊരു ഹാജീനെ എടുക്കാം. അങ്ങനെ ഹാജി തിളങ്ങുന്ന മുണ്ടയ്ക്ക് കൊടുത്ത് ആനപ്പുറത്ത് കയറി കൊടി പൊക്കാൻ വരികയാണ്. അങ്ങനെ ആനപ്പുറത്ത് കയറാൻ അറിയാതെ എളുപ്പമുള്ള പണിയല്ല. അപ്പോൾ ഈ നാട്ടുകാരെല്ലാവരും കൂടി ഇയാളെ ഉന്തിത്തള്ളി ഒരു പ്രകാരം ആനപ്പുറത്ത് കയറ്റും. ഈ തിളങ്ങുന്ന മുണ്ട് കാരണം ഇങ്ങോട്ട് ചാടും. അവസാനം എല്ലാവരും കൂടി ഈ കാരണവരെ തള്ളി ആനപ്പുറത്ത് കയറ്റി കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഇയാൾ മനസ്സിലാക്കണേ ആന അങ്ങോട്ടും ഇയാൾ ഇങ്ങോട്ടും. ഈ പിണ്ടം ചാടുന്ന ഇയാൾ കാണുന്നത് ആനയുടെ വാൽഭാഗത്തേക്കായി പോയി ഇരിപ്പ്. തള്ളി തിരക്ക് കൂട്ടിയപ്പോൾ ആന അങ്ങോട്ടും ഇയാൾ ഇങ്ങോട്ടുമായി. അപ്പം നാട്ടുകാർ പറഞ്ഞു, ഹാജിയാരെ നിങ്ങൾ തിരിഞ്ഞിരിക്കുക, കൊടി പൊക്കണ്ടേ. അപ്പോൾ ഹാജിയാർ നോക്കിയപ്പോൾ ഈ ചന്ദനക്കുടം മുഴുവൻ ഞാനുണ്ടാക്കിയതാ. ഈ കാണുന്ന ആൾക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തിയത് ഞാനാണ്. കൊടി പൊക്കുമ്പോൾ വിതറാനുള്ള പഴക്കൊല ഞാനാണ് വാങ്ങിയത്. ആനയ്ക്കുള്ള തീറ്റ ഞാനാണ് കൊടുക്കുന്നത്. ആനപ്പാപ്പാൻ എൻ്റെ വീട്ടിലാണ് ഊണ് കഴിച്ചത്. ഞാനാണ് ഇവിടുത്തെ പ്രധാന ആൾ. അതുകൊണ്ട് ആര് തിരിയട്ടെ, ആന വേണമെങ്കിൽ തിരിയട്ടെ, ഞാൻ തിരിയില്ല. എന്തൊക്കെ വന്നാലും ഇപ്പം തന്നെ ഇരിപ്പുണ്ടല്ലേ, ഞാൻ ഈ അവസ്ഥയിൽ മാറൂല. എൻ്റെ മുഖത്തൊരു ചിരി വരില്ല. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ മക്കളെ എത്ര നാളായി, ഒരു 20 വയസ്സായ മക്കളിന് കൂട്ട് കെട്ടിപ്പിടിച്ചിട്ട് എത്ര കാലമായി? ഒരു 5 വയസ്സ് വരെയൊക്കെ പിന്നെ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും. ഞാൻ അതാ ആദ്യം പറഞ്ഞു തന്നെ, അടുത്തിരിക്കുന്ന ആളോടൊന്ന് നോക്ക്, ഒന്ന് തൊടുന്ന് പറയണേ. സ്വന്തം മക്കൾ വലുതായി കഴിയുമ്പോൾ, പ്രത്യേകിച്ചൊരു 10ാം ക്ലാസ് കഴിഞ്ഞ മക്കളെ നമ്മളിൽ എത്ര പേര് ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ മക്കളെ വീട്, ആ വീട്ടിൽ വയസ്സായ വല്യമ്മ ഇരിപ്പുണ്ടല്ലോ, 70 വയസ്സ് 80 വയസ്സായ വല്യാപ്പ ഇരിപ്പുണ്ടല്ലോ. സമ്മേളനത്തിന് പോരാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞോ? എത്ര പേര് പോരാൻ നേരത്ത് ആരും മറുപടി പറയണ്ട, സ്വയം ഒന്ന് ആലോചിച്ചാൽ മതി. അവിടെ ഇരിക്കുന്ന വല്യമ്മാനെ പോകാൻ നേരത്ത് ഉമ്മ ഇന്ന് സമ്മേളനമുണ്ട്, ഞാനിന്ന് പോവാണ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ തോളത്ത് തലയിൽ ഒന്ന് വട്ടം, കാലിൽ ഒന്ന് മുട്ടിയിട്ട് പോന്നു. നമ്മൾ വലിയ ആളുകളാണ്. നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസമുണ്ട്, ഒരുപാട് പ്രസ്ഥാന ചരിത്രമുണ്ട്, ഒരുപാട് ആദർശനിഷ്ഠയുണ്ട്. എത്ര നാളായി സ്വന്തം വീട്ടിലെ ഉമ്മയെ, വാപ്പയെ, മക്കളെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ട്. അതിനാണ് സ്ട്രോക്ക് കൊടുക്കുക എന്ന് പറയും. സ്ട്രോക്ക്, STROK. നമുക്ക് മറ്റേ സ്ട്രോക്ക് അറിയാവുള്ളൂ. സ്ട്രോക്ക് കൊടുത്തിട്ട് വീണ് പോകുന്ന സ്ട്രോക്ക്, ഒരു വശം തളർന്നു പോകുന്ന സ്ട്രോക്ക്, ആ സ്ട്രോക്കാണ് നമുക്കറിയാവുള്ളൂ. സൈക്കോളജിയിൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതാണ് ഞാനീ പറഞ്ഞത്, ഒരാളെ കണ്ടാൽ ഒന്ന് തൊടുക, ഒന്ന് കെട്ടിപ്പിടിക്കുക. ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ എന്നെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച പരീക്കുട്ടി സാറ് എന്നെ കണ്ട പാടി കെട്ടിപ്പിടിച്ചു. സ്ട്രോക്കാണത്. എന്നെ മുസാഫത്ത് ചെയ്തു. നമുക്കെപ്പോഴാണ് മുസാഫത്ത്? ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ ഹജ്ജ് പെരുന്നാളായി. പള്ളിയിൽ ചെന്ന് കഴിയുമ്പോൾ, ഞങ്ങളുടെ പള്ളിയിൽ, എനിക്ക് മുജാഹിദിൻ്റെ പള്ളി അത്ര പരിചയമില്ല, പള്ളിയിൽ നിസ്കാരം കഴിയുമ്പോൾ ഉസ്താദ് പറയും, എല്ലാവരും ഒന്ന് മുസാഫത്ത് ചെയ്യും. അപ്പം നമ്മുടെ വിചാരം പള്ളിയിൽ കൂടിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ചെയ്യേണ്ട എന്തോ ഒരു സുന്നത്താണ് മുസാഫത്ത്. അത് മാത്രമാണോ? ഉസ്താദ് പറയണ കൈമടക്കം കൂടി കിട്ടാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ഉസ്താദിനെ പോയി കെട്ടിപ്പിടിക്കുമ്പോൾ ഞാൻ പറയും, ഉസ്താദെ കെട്ടിപ്പിടുത്തം മാത്രമേ ഉള്ളൂ, ഒന്നും ഇല്ലാട്ടെന്ന് പറയാറുണ്ട്. ഇതല്ല മുസാഫത്ത്. കെട്ടിപ്പിടിക്കാവുന്ന, തൊടാവുന്ന ആൾ. ഈ 2 പേരുടെ ബന്ധം അനുസരിച്ച് നിങ്ങൾക്ക് അയാളെ കെട്ടിപ്പിടിക്കാവുന്ന ആളാണോ, നിങ്ങൾക്ക് അയാളെ തൊടാവുന്ന ആളാണോ? തൊടു മനുഷ്യന്മാരെ ഒന്നങ്ങോട്ട് പിടിക്കണം, പിടിച്ചിട്ടൊന്ന് കെട്ടിപ്പിടിക്കണം. കെട്ടിപ്പിടിക്കാൻ പറ്റില്ല, കയ്യേലൊന്ന് പിടിക്കണം, ഷോൾഡറിൽ പിടിക്കണം, എന്നിട്ട് കണ്ണിലേക്ക് നോക്കണം. എന്നിട്ട് ഒരു നല്ലത് പറയണം. എന്ത് നല്ലത് പറയണം?
അവരുടെ ശരീരത്തെക്കുറിച്ച് പറയണം, ഡ്രസ്സിനെ കുറിച്ച് പറയണം. നിങ്ങൾക്ക് അവരുടെ സ്വഭാവം അറിയാമെങ്കിൽ സ്വഭാവം പറയണം, സ്വഭാവം അറിയില്ലെങ്കിൽ അവരുടെ നേട്ടം അറിയാമെങ്കിൽ നേട്ടം പറയണം. പക്ഷെ നമ്മളെങ്ങനെയാണ്? ഞാനൊരു ചോദ്യം ചോദിക്കാം, സത്യസന്ധമായി മറുപടി പറയണം, പയ്യെ പറഞ്ഞാൽ മതി. നിങ്ങളോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് എന്ന ചോദ്യത്തിന് മലയാളികൾ പറയുന്ന മറുപടി എന്താ? അതെ, കിട്ടി. ഇത് തന്നെയാണ്. അൽഹംദുലില്ലാഹ് ഖൈറൊക്കെ പറയും. എവിടെ? സമ്മേളന വേദിയിൽ സ്റ്റേജിലിരിക്കുമ്പോൾ. ഇവിടെ വന്നിട്ട് ചോദിച്ചാൽ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാഹ് ഖൈർ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിൽക്കുകയാണ് കടയുടെ മുമ്പിൽ. എങ്ങനെയുണ്ട്? മറ്റേ സാധനം പറഞ്ഞു. ഇവിടുന്ന് ഏതൊക്കെയോ ആളുകൾ പറഞ്ഞു കുഴപ്പമില്ല. മലയാളി അങ്ങനെയല്ലേ പറയുക? ഭൂരിപക്ഷം പേരും അങ്ങനെയല്ലേ പക്ഷേ പറയുക. എങ്ങനെയെന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്ന് പറയും. നമുക്കിതിനകത്ത് വലിയ തെറ്റൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇയാളിപ്പോൾ ലഹരിക്കെതിരെ ക്ലാസ് എടുക്കാൻ വന്നിട്ട് ഇതാണോ പഠിപ്പിക്കുക? ലഹരിയാണ് ഈ പറയാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്താ നോക്കിയത്? ചായക്കട കയറി ഒരു ചായ എന്ന് പറഞ്ഞു. ചായ കൊണ്ടുവച്ചപ്പോൾ നമ്മൾ ചായക്കടക്കാരനോട് പറയാണ്, ചേട്ടാ ഇതിനകത്ത് പാല് കൂടി പഞ്ചസാര എന്താ പറയുക? ഒരു കംപ്ലൈൻറ്റ് പറയുകയാണെങ്കിൽ എന്ത് പറയും? ചായ കിട്ടിക്കഴിയുമ്പോൾ മധുരം ഇട്ടില്ല. ഉമ്മമാർ പുറകിലിരിക്കണ്ടല്ലോ, കറി തിളയ്ക്കുമ്പോൾ നാക്കത്ത് വെച്ച് നോക്കും. എന്നിട്ട് ആദ്യം പറയുക എന്താ? ഉപ്പില്ല എന്നാ പറയുക, ഉപ്പ് കൂടിയില്ല എന്നാ പറയുക. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ഉപ്പുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് ഉപ്പില്ല എന്ന് പറയുക. മധുരം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് മധുരം ഇല്ല എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ എന്ത് ഉണ്ടോ എന്ന് നോക്കുമ്പോഴാണ് കുഴപ്പം ഇല്ല എന്ന് പറയുക. എന്ത് ഉണ്ടോ എന്ന് നോക്കുമ്പോഴാണ് കുഴപ്പമില്ല എന്ന് പറയുക. കുഴപ്പമുണ്ടോ എന്ന് നോക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് ഞാൻ എൻ്റെ പാട്ടിന് പോയി കുറേ കഴിയുമ്പോൾ നിങ്ങൾ ചായ കുടിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഒരു പുള്ളിയുടെ ക്ലാസ്? കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ഈ ക്ലാസ് നടക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക? ഈ പുള്ളിക്ക് വല്ല കുഴപ്പമുണ്ടോയെന്നാണ്. നമ്മുടെ മലയാളി ഒരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നാണ്. ഉറപ്പായിട്ടും കുഴപ്പമുണ്ടാവും, പ്രശ്നം ഉണ്ടാവും. ആ നോട്ടം ഒന്ന് മാറ്റൂ, അതിലെന്തെങ്കിലും നല്ലതുണ്ടോ എന്ന് നോക്കൂ. നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് എത്ര പരാതിയുണ്ട്, ഭാര്യയെക്കുറിച്ച് എത്ര പരാതിയുണ്ട്, ഭർത്താവിനെക്കുറിച്ച് എത്ര പരാതിയുണ്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നോട്ടം. ഇങ്ങനെ പറയുന്ന കുഞ്ഞ് ശ്ലോകമല്ല, ഒരു വചനമുണ്ട്, ഒരു വാക്കുണ്ട്, യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. നിന്റെ കണ്ണെങ്ങനെയാണോ നീ അതുപോലെ കാണും. കണ്ണ് കോങ്ങണ്ടാണോ എന്നല്ല പ്രശ്നം, നീ എങ്ങനെ നോക്കുന്നോ അങ്ങനെയായിരിക്കും ആ വസ്തു. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇന്നലെ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ പാമ്പിനെ കണ്ടു എന്ന് വിചാരിക്കുക. വൈകുന്നേരം ഒരു 7:30 മണിക്ക്, രാത്രി ചെറിയ ഇരുട്ടായിപ്പോൾ. ഇന്ന് ഒരു 7:30 മണിക്ക് നിങ്ങൾ മുറ്റത്ത് പെട്ടെന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കാൽ ചോട്ടിൽ ഒരു വളഞ്ഞ സാധനം നിങ്ങൾ പെട്ടെന്ന് കാണുന്നു, ഇരുട്ടാണ്. പെട്ടെന്ന് നമ്മൾ എന്താ പ്രതികരിക്കുക? എൻ്റെ അല്ലോ പാമ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ഞെട്ടി മാറും. ശരിയാണോ? ശരിയാണ്. എന്നാൽ പെട്ടെന്ന് ഞെട്ടി മാറുന്നു, ഒച്ച കേൾക്കുന്നു, വീട്ടിൽ മറ്റുള്ളവരൊക്കെ വരുന്നു, ഇരുട്ടാണ്, നമ്മൾ നോക്കുന്നു, ടോർച്ച് കൊണ്ടുവരുന്നു, നോക്കുന്നു, അത് പാമ്പല്ല, ഒരു കഷ്ണം കയറ് വളഞ്ഞ് കിടന്നതാണ്. ഇന്നലെ അയൽവക്കത്തെ വീട്ടിൽ പാമ്പിനെ കണ്ടതുകൊണ്ട് ആ മെമ്മറി നമ്മുടെ തലയിലുള്ളത് കൊണ്ട് ഇന്ന് ഈ കിടന്ന കയറിനെയും നമ്മൾ എന്തായി കാണും? പെട്ടെന്ന് പാമ്പായി കാണും. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. ഈ നിങ്ങളുടെ നോട്ടം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ആ സൃഷ്ടി ഉണ്ടാവുക. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ചിത്തേ പ്രസന്നേ ഭുവൻ പ്രസന്നം, ചിത്തേ വിഷാദേ ഭുവൻ വിഷാദം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷത്തോടെയാണോ ഇരിക്കുന്നത്, ഈ ലോകം മുഴുവൻ സന്തോഷമായിരിക്കും. നിങ്ങൾ ദുഃഖത്തോടെയാണോ വിഷാദത്തോടെയാണോ ഇരിക്കുന്നത്, ഈ ലോകം വിഷാദമായിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്നെ നോക്കുന്നത് എന്ത് ഭാവത്തിലാണ്, എന്ത് ചിന്തയോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെയാ കാണുള്ളൂ. ഞാനിത് എന്തുകൊണ്ടാണ് പറയാൻ വന്നത്? ഞാൻ ആദ്യം പറഞ്ഞ ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, കുട്ടികൾക്ക് അതായത് കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, തലോടുക തുടങ്ങിയ സാധനം. നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ തെറ്റിപ്പോകാതിരിക്കാൻ നമ്മൾ പറഞ്ഞെങ്ങനെയാ സാറെ തെറ്റിപ്പോകാതിരിക്കാൻ ഞാൻ അവനെല്ലാം കൊടുക്കുന്നുണ്ട്. നമ്മുടെ അച്ഛന്മാരോട് ചോദിച്ചാൽ പറയും, അഡിക്റ്റായ കുട്ടിയെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അച്ഛൻ പറയുന്നത് അങ്ങനെയാണ്, വാപ്പ പറയുന്നത് അങ്ങനെയാണ്, ഞങ്ങൾ ഡോക്ടറോടൊക്കെ പറഞ്ഞത് ഞങ്ങൾ അവനെല്ലാം കൊടുക്കും, ചോദിക്കുന്നതൊക്കെ കൊടുക്കും, എല്ലാം കൊടുക്കുന്നുണ്ട്. സമ്മതിച്ചു. ചോദ്യം ഇതാണ്, കുട്ടിക്ക് ആവശ്യമുള്ളത് കൊടുത്തിട്ടുണ്ടോ? എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളത് എന്നതിനെ
ഓരോ പ്രസ്ഥാനങ്ങൾ ഓരോ തരത്തിലെടുക്കുന്നത്. നിങ്ങളൊരു പക്ഷേ അതെടുക്കുന്ന മതവിദ്യാഭ്യാസം ആശയദാർഢ്യമാണ്. അത് സമ്മതിച്ച് തന്നുകൊണ്ട് ഞാൻ സൈക്കോളജിക്കൽ ഒരു കാര്യം കൂടി പറയുന്നു. നിങ്ങൾ അവനെല്ലാം കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ള സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ടോ? ഓരോ പ്രായത്തിലും വേണ്ട ഓരോ അംഗീകാരത്തെയാണ് സ്ട്രോക്ക് എന്ന് പറയുക. മനസ്സിലാവുന്ന ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടി ഒരു 5ാം ക്ലാസ് പഠിക്കുന്നു. അവൾ മിക്കവാറും കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കും, മേക്കപ്പ് നോക്കും, ശരീരം വലുതായോ എന്ന് നോക്കും. അതിന് അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് കൂടുതൽ സമയം അവളിങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നോക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇത് കാണുന്ന ഉമ്മ എന്താ പറയുക? എടി വേണ്ട, ഒരുപാട് നേരം കണ്ണാടിയുടെ മുമ്പിലൊന്നും നിൽക്കണ്ട, ഇത്രയും നീ ഒരുങ്ങൊന്നും വേണ്ട, അടങ്ങി ഒതുങ്ങി നിൽക്ക്. വാപ്പ കണ്ടാൽ എന്ത് പറയും? വലിയ മേക്കപ്പൊന്നും ഇടണ്ട, ഒരുപാട് അതായത് ഈ കുട്ടി, ഒരു പെൺകുട്ടി വളർന്നു വരുന്ന സമയത്ത് 13 വയസ്സാകും, 14 വയസ്സാകും, അല്ലെങ്കിൽ പീരീഡ്സിന് സമയമാകുന്നു. ഇവൾ കൂടുതൽ ആൺകുട്ടികളാണെങ്കിൽ എങ്ങനെയാണ്? പെൺപിള്ളേർ മാത്രമല്ല, ഒന്ന് പിടിച്ചു നോക്കും. മസിലൊക്കെ ഉണ്ടായോ, എത്ര പാക്കായി, 6 പാക്കായോ 4 പാക്കായോ, ഒരു മുട്ടയൊക്കെ ഇട്ടിട്ട് ഉമ്മാട് ചോദിക്കും, ഉമ്മ നോക്കിയമ്മ എനിക്ക് മസിൽ വന്നോ. ഈ വളർന്നു വരുന്ന പ്രായത്തിൽ അവരവരുടെ ശരീരത്തെക്കുറിച്ച് കൂടുതൽ ബോധവതിയാണ്. ഇത് ഇവരിങ്ങനെ ചോദിക്കും, പാരൻസിനോട് ചോദിക്കും. നമ്മൾ വാപ്പയും ഉമ്മ എന്താ ചെയ്യുക? ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മളത് വഴക്ക് പറയും. അത്ര വലിയ നോക്കണ്ട, ഒരുപാട് കണ്ണാടി നോക്കണ്ട, ഒരുപാട് മേക്കപ്പ് നോക്കണ്ട. എൻ്റെ സുഹൃത്തുക്കളെ, ഈ പെൺകുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി സ്കൂളിലേക്ക് പോവുകയാണ്. നടന്നു പോകുന്ന വഴിക്ക് ഒരുത്തൻ റോഡ് സൈഡിൽ നിന്നിട്ട് ഹായ് മോളു. അവൾ ശ്രദ്ധിച്ചില്ല, കാരണം അന്ന് സുബഹി നിസ്കരിച്ചിട്ടാണ് വരണേ, നല്ല കുട്ടിയാണ്, നോക്കിയില്ല. 2ാമത്തെ ദിവസം ഇവൾ പോകുന്നു, ഇവൻ പറയുന്നു ഹായ്, കാണാൻ നല്ല രസമുണ്ടല്ലോ, സുന്ദരിയാണല്ലോ. ഉള്ളി കയറി, സുന്ദരിയാണല്ലോ. 3ാമത്തെ ദിവസം പോകുന്നു, 4ാമത്തെ ദിവസം പോകുന്നു. ഈ കുട്ടി എന്ത് കേൾക്കാനാണ് കൊതിച്ചിരിക്കുന്നത്? ഇവൾ കണ്ണാടിയിൽ നോക്കി എന്തിനാണ്? ഇവൾ മേക്കപ്പ് ഇടാൻ ശ്രമിച്ചത് എന്താണ്? ഇവൻ ഈ മസിൽ നോക്കി എന്തിനാണ്? ഞാൻ കൊള്ളാം എന്നൊരു സ്ട്രോക്ക്, ഒരു അംഗീകാരം, എ യൂണിറ്റ് ഓഫ് റെക്കഗ്നിഷൻ, ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടിയാണ് ഇവൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇത് വീട്ടിൽ നിന്ന് കൊടുത്തില്ല. അപ്പോഴാണ് റോഡ് സൈഡിൽ നിൽക്കുന്ന ഓട്ടോറിക്ഷക്കാരൻ, വൃത്തികെട്ടവൻ, ഈ ഒളിച്ചോടി പോകുന്ന ചെറുക്കന്മാരൊക്കെ നോക്കിയാൽ മഹാപോക്കിരികളായിരിക്കും. ആ ചെറുക്കൻ പറയുന്നത് ഹായ് സുന്ദരി, കാണാൻ നല്ല രസമുണ്ടല്ലോ, നല്ല തിളക്കമുണ്ടല്ലോ. ഒരാൾ വിശന്ന് പൊരിഞ്ഞ് പോവാണ്. അപ്പോൾ ചായ കുടിക്കാൻ വിളിച്ചാൽ ഒരു നാരങ്ങവെള്ളം വാങ്ങി തന്നാൽ, ഒരു പഴം വാങ്ങി തന്നാൽ കഴിക്കില്ലേ? എന്തുകൊണ്ടാണ് സാറേ? ഞാൻ ആറ്റിനോട്ടി വളർത്തി പെങ്കൊച്ചാണ്, 14ാം വയസ്സിൽ ഒളിച്ചോടിപ്പോയി, 18ാം വയസ്സിൽ ഒളിച്ചോടിപ്പോയി. ഒരു സംശയം വേണ്ട, അവൾക്ക് കിട്ടേണ്ട സ്ട്രോക്ക്, വീട്ടിൽ നിന്ന് അപ്പൻ കൊടുക്കേണ്ട സ്ട്രോക്ക്, വാപ്പ കൊടുക്കേണ്ടത്, ഉമ്മ കൊടുക്കേണ്ടത് വീട്ടിൽ നിന്ന് കൊടുത്തില്ല. അപ്പം അവൻ കൊടുത്തു, വഴിവക്കിൽ നിന്ന് അവൻ കൊടുത്തു. ആ സ്ട്രോക്ക് ഇവൾ കാത്തിരിക്കുകയായിരുന്നു. അവൾക്കന്ന് ബിരിയാണി ആയിരുന്നില്ല ആവശ്യം, നല്ല ഡ്രസ്സായിരുന്നില്ല, ഒരു അംഗീകാരം എന്നൊരു സ്ട്രോക്കായിരുന്നു. അത് വേറെ ഒരുത്തം കൊടുത്തു, ആ കൂടെ അങ്ങ് പോയി. എന്തുകൊണ്ടാണ് നമ്മുടെ പലരുടെയും കുടുംബങ്ങളിൽ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പല കുടുംബങ്ങളിലും സുഖമായി സ്വസ്ഥമായി ജീവിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഈ മതിൽ ചാടി പോവാന്ന് പറയൂലോ? എങ്ങോട്ടാണ് ഈ പോണേ? എന്തുകൊണ്ടാണ് പോണേ? അവർ പ്രതീക്ഷിക്കുന്ന ഒരു സ്ട്രോക്ക് ഉണ്ട്. അത് നമ്മളൊക്കെ തെറ്റിദ്ധരിക്കുമ്പോൾ സെക്സ് മാത്രമൊന്നുമല്ല, അവർ പ്രതീക്ഷിക്കുന്ന ഒരു സ്ട്രോക്ക് ഉണ്ട്, ഒരു അംഗീകാരമുണ്ട്. ഇത് ആരെങ്കിലും കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിശന്നിരിക്കുമ്പോൾ ഒരു പഴം വാങ്ങി തന്നാലും കഴിക്കും. അതേസമയം ഈ സ്ട്രോക്ക് നിറച്ച് കിട്ടിയൊരു കുട്ടി രാവിലെ സ്കൂളിലേക്ക് പോകാനിറങ്ങുമ്പോൾ മോളെ വട്ടം പിടിച്ചിട്ട് വാപ്പ പറയാണ്, എൻ്റെ മോളിന്ന് ഭയങ്കര സുന്ദരിയാണല്ലോ, വന്നേ. നെറുകയിലൊരു ഉമ്മം കൊടുത്തു. വാപ്പാക്ക് എന്താ മോളെ ഉമ്മ വെച്ചാൽ അവൻ്റെ കുഴപ്പമുണ്ടോ? അത് ഏതെങ്കിലും നിയമത്തിൽ അത് പാടില്ല എന്നുണ്ടോ? നെറുകയിലൊരു ഉമ്മ കൊടുത്ത് വാപ്പ മോളെ പിടിച്ചിട്ട് പറഞ്ഞു, അടിപൊളി സുന്ദരിയായിട്ടുണ്ട്. വയറ് നിറഞ്ഞു അവളുടെ സ്ട്രോക്ക് നീഡ് ഫില്ലായി. അവളീ പോകുമ്പോൾ ഇവൻ പറയാണ്, ഹായ് സുന്ദരി, നീ പോടറക്ക, എൻ്റെ വാപ്പ എനിക്ക് തന്നാ വിട്ടത് ഏത് സുന്ദരി എന്നത്. ഇതിങ്ങനെ ചെറിയ നിസ്സാരമായി കണക്കാക്കണ്ട. കഴിഞ്ഞ 10-30 വർഷമായി അത് സ്കൂളിൽ പഠിപ്പിക്കുകയും പ്രിൻസിപ്പൽഷിപ്പിൽ ഇരിക്കുകയും ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് മുമ്പിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. ഈ കുട്ടികൾ, നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ, ആണായാലും പെണ്ണായാലും, അവർക്ക് ഫുഡ് കൊടുക്കും നിങ്ങൾ, മൊബൈൽ കൊടുക്കും നിങ്ങൾ, ഈ ലോകത്തുള്ള സകലതും കൊടുക്കും. എന്നാൽ പറയുന്നതോ അവരുടെ കൊച്ചു കൊച്ചു കുറ്റങ്ങൾ, അവരുടെ തെറ്റുകൾ. മാർക്ക് വാങ്ങിക്കൊണ്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ 4 വിഷയത്തിന് 100-ൽ 100, ഒരു വിഷയത്തിന് 100-ൽ 50. പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, നിങ്ങൾ ആ കുട്ടിയുടെ എന്താണ് ആദ്യം പറയുക? 5 വിഷയത്തിൽ 4-ലും 100-ൽ 100ഉം ഒരു വിഷയത്തിൽ 100-ൽ 50ഉം ആണെങ്കിൽ
ആസ് എ മലയാളി പേരൻസ് നമ്മൾ ആദ്യം ചോദിക്കുക, പറ ഈ 50 എവിടെയാ, 50 എവിടെ പോയി എന്നാണ്. 4 കിട്ടിയ 100 കുറിച്ച് ചിന്തയില്ല, 50 എവിടെ പോയി. ഈ കുഞ്ഞിന് ഏറ്റവും ആവശ്യമുള്ളത് നമുക്ക് തന്നെ എന്താ ഇഷ്ടം. ഇന്ന് നിങ്ങളുടെ വന്നപ്പോൾ, പുറത്ത് നിന്നപ്പോൾ നിങ്ങളുടെ അറിയാവുന്ന ഒരാൾ വന്നിട്ട് കൊള്ളാലോ, കുറച്ച് സ്മാർട്ടായിട്ടുണ്ടല്ലോ, കൊള്ളാലോ, ബോഡി കൊള്ളാലോ, നല്ല ഉടുപ്പാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ. ഇതിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇത് കൊടുക്കാൻ പഠിക്കൂ. ഇത് കിട്ടുമ്പോൾ കൊടുക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഡോപ്പമിൻ. ഡോപ്പമിൻ തലച്ചോറിൻ്റെ ഉള്ളിൽ സബ്സ്റ്റാൻഷ്യ നിഗ്ര എന്ന് പറയുന്ന തലച്ചോറിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഉൽപ്പാദിപ്പിച്ച് ന്യൂക്ലിയസ് ഒക്കുമെൻസിയിലേക്ക് ഒഴുകിയിറങ്ങുന്ന ഒരു ഡോപ്പമിൻ എന്ന് പറയുന്ന നമ്മളതിൻ്റെ ദ്രാവകമെന്നോ ഹോർമോണെന്നോ അല്ലെങ്കിൽ ഒരു ന്യൂറോ ട്രാൻസിസ്റ്റർ എന്ന് പറയാവുന്ന ഒരു ഹോർമോണുണ്ട് ഡോപ്പമിൻ. ഈ ഡോപ്പമിൻ്റെ ഉൽപ്പാദനം ഉണ്ടെങ്കിലേ നമുക്ക് ചിരിക്കാൻ പറ്റുള്ളൂ. എന്തിന്? നിങ്ങളോട് കൈയൊന്ന് പൊക്കാൻ പറഞ്ഞാൽ പൊക്കണമെങ്കിൽ ഈ ചില ആൾക്കാർ പാർക്കിൻസൺസ് രോഗം വരുന്നത്, അവർക്ക് ബോഡി അനങ്ങില്ല, നടക്കണമെന്നുണ്ട്, നടക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറവാണ്. അവരുടെ സബ്സ്റ്റാൻഷ്യ നിഗ്രയിൽ ഇത് കുറച്ചേ ഉണ്ടാകുന്നുള്ളൂ. ന്യൂക്ലിയസ് ഒക്കുപ്പൻസിയിലേക്ക്, അതായത് ബോഡിയുടെ ശരീരത്തിന് ചലനം നിയന്ത്രിക്കുന്ന ന്യൂക്ലിയസ് ഒക്കുപ്പൻസിയിലേക്ക് ഈ ഡോപ്പമിൻ കുറച്ചേ വരുന്നുള്ളൂ. ഇത് എവിടെ നിന്നാണ് ഈ ഡോപ്പമിൻ ഉണ്ടാക്കുക? കടയിൽ പോയി 2 ടാബ്ലറ്റ് വാങ്ങി കഴിക്കാൻ പറ്റുമോ? ഇപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവ് വന്നാൽ, വൈറ്റമിൻ സിയുടെ കുറവ് വന്നാൽ, വൈറ്റമിൻ എയുടെ കുറവ് വന്നാൽ ഷോപ്പിൽ പോകാം, ഒരു ടാബ്ലറ്റ് വാങ്ങാം, ക്യാപ്സ്യൂൾ വാങ്ങാം, കഴിക്കാം. ഡോപ്പമിൻ എവിടെ നിന്നാണ് ഉണ്ടാവുക? ഒരു ഇച്ചിരി ഡോപ്പമിൻ ഞാൻ കുറച്ച് മുമ്പ് ഉണ്ടാക്കിയായിരുന്നു. അപ്പുറം ഒന്ന് തൊടാൻ പറഞ്ഞു, ഒന്ന് ചിരിക്കാൻ പറഞ്ഞു, ഒരു നല്ല കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ തലയിൽ എന്തുണ്ടായിട്ടുണ്ട്? ഒരു ഇച്ചിരി ഡോപ്പമിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ കൂടെ, കുട്ടിയുടെ കൂടെ നിങ്ങൾ സന്തോഷിച്ചിരിക്കുന്നു, വർത്തമാനം പറയുന്നു, അപ്പോൾ കുറച്ച് ഡോപ്പമിൻ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷമായിട്ടിരിക്കുന്നു, ഡോപ്പമിൻ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ഈ സമ്മേളനത്തിൽ വന്നിരിക്കുന്നു, ഒരു നല്ല പ്രസംഗം ഇവിടെ കേൾക്കുന്നു, ആ സമയത്ത് ഡോപ്പമിൻ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഉച്ചയ്ക്ക് നല്ല ഫുഡ് കഴിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, ഡോപ്പമിൻ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർ ഒരു പാട്ട് കേൾക്കുന്നു, ഡോപ്പമിൻ ഉണ്ടാകുന്നുണ്ട്. സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ സിനിമ കാണുന്നു, ഡോപ്പമിൻ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളൊരു യാത്ര പോകുന്നു, നിങ്ങളുടെ ഉള്ളിൽ ഡോപ്പമിൻ ഉണ്ടാകുന്നുണ്ട്. ഈ ഡോപ്പമിനാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണോ, ഹാപ്പി ഹോർമോൺ എന്നാണ് അതിൻ്റെ പേര്, ഹാപ്പി ഹോർമോൺ. ഈ ഡോപ്പമിൻ്റെ ഉൽപ്പാദനം ഉണ്ടാകുന്നത്, ഈ ഡോപ്പമിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുടെ ചിരി നിൽക്കും. അപ്പം ചിരിക്കാത്തവരൊന്ന് ആലോചിച്ചോളൂ. ചിരിക്കാത്തതിന് കാരണം മറ്റേ സാധനം കുറവാണ്. ഏത്? ഡോപ്പമിൻ. എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം? എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന സന്തോഷമായിട്ടിരിക്കാവുന്ന സാഹചര്യങ്ങൾ. ഒറ്റയ്ക്കിരിക്കാതെ കൂട്ടുകൂടുക, സമ്മേളനങ്ങളിൽ പോവുക, കുടുംബയോഗങ്ങളിൽ പോവുക, വീട്ടിൽ അടിച്ചു പൊടിച്ചിരിക്കുക, ചില ട്രിപ്പ് പോവുക, നല്ല ഫുഡ് കഴിക്കുക. നിങ്ങൾക്ക് എന്താണോ അങ്ങനെ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് തലച്ചോറിനുള്ളിൽ ഡോപ്പമിൻ ഉണ്ടാകുന്നത്. ഈ ഡോപ്പമിൻ്റെ എക്സസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ചില കുറുക്ക് വഴികളാണ്, ചില ഗാംബ്ലിങ്ങുകളാണ്, ചില ഹൈജാക്കിംഗ് ടെക്നിക്കുകളെയാണ് നമ്മൾ ലഹരി എന്ന് വിളിക്കുക. ലഹരി എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഉച്ചയ്ക്ക് നല്ല ബിരിയാണി തിന്നു, നമുക്കൊരു 25 ഡോപ്പമിൻ ഉണ്ടായെന്ന് വിചാരിക്കുക. സപ്പോസ് ഒരു സിഗരറ്റ് വലിക്കുന്നു, ഡോപ്പമിൻ 100 കണക്കിനുണ്ടാകും. സിഗരറ്റ് വലിക്കുന്ന ശീലമുള്ളവരൊക്കെ. കള്ളു കുടിക്കുമ്പോൾ ആ ഡോപ്പമിൻ്റെ ഉൽപ്പാദനം 1000ങ്ങളാണ്. കഞ്ചാവ് വലിക്കുമ്പോൾ അത് ലക്ഷങ്ങളാണ്. ഒരു രാസലഹരി ഉപയോഗിക്കുമ്പോൾ അത് ശതലക്ഷങ്ങളാണ്, അല്ലെങ്കിൽ കോടികളാണ്. അതായത് നമ്മളൊരു ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ അത് സിഗരറ്റ് മുതൽ മുകളിലേക്ക് എന്തുമാകട്ടെ, ഒരു ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താ? സയൻറ്റിഫിക്കലി ഈ ഡ്രഗിൻ്റെ ഉപയോഗം കൊണ്ട് നമ്മുടെ സബ്സ്റ്റാൻഷ്യ നിഗ്രയിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഈ ഹോർമോൺ, ഹാപ്പി ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും അത് തലച്ചോറിൻ്റെ ന്യൂക്ലിയസ് ഒക്കുമ്പൻസിയിലേക്ക് ഇത് ഒഴുകി പരന്നിട്ട് നമുക്ക് മൊത്തത്തിൽ ഒരു ആഹ്ലാദ അനുഭൂതി, ഒരു സുഖം, എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ തലച്ചോറിൻ്റെ പണി എന്താണോ? തലച്ചോറിൻ്റെ ഒരു പണി സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളിൽ അഡിക്റ്റ് ആവും. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും നിസ്കരിക്കുന്നവരാണ്. നമുക്കൊരു പർട്ടിക്കുലർ സമയത്ത്, ഇപ്പോൾ നമ്മുടെ ളുഹറിൻ്റെ സമയം കഴിഞ്ഞു, സ്ഥിരമായി നിസ്കരിക്കുന്ന ആൾക്ക് ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടാവുമോ ഇല്ലയോ? പടച്ചോനെ നിസ്കരിച്ചില്ലല്ലോ. സുബഹി
സ്ഥിരമായി നിസ്കരിക്കുന്ന ആൾക്ക് സുബഹിയുടെ സമയം കഴിയാറാകുമ്പോഴേക്കും ഒരു ചെറിയൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം അത് ശീലമാവുക എന്ന് പറഞ്ഞാൽ തലച്ചോറ് അതിനെ ഓട്ടോമാറ്റിക് മോഡിലേക്ക് സെറ്റ് ചെയ്യും. സ്ഥിരമായി നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ തലച്ചോറ് ആ കാര്യത്തെ ഓട്ടോമാറ്റിക് മോഡിലേക്ക് സെറ്റ് ചെയ്യും. ഓട്ടോമാറ്റിക് മോഡിലേക്ക് സെറ്റ് ചെയ്താൽ നമ്മളതങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം എന്നില്ല. ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ചെയ്യാനുള്ള തോന്നലുണ്ടാകും. അത് നമസ്കാരം പോലെ, ആരാധന പോലെ, ഭക്ഷണം കഴിക്കൽ പോലെ, ജോലിക്ക് പോകുന്നത് പോലെ, പഠിക്കാൻ പോകുന്നത് പോലെ സാധാരണ കാര്യങ്ങളിൽ ഉള്ളതിൻ്റെ ലക്ഷക്കണക്കിന് ഇരട്ടിയായിരിക്കും എന്തിൽ കൂടുതൽ ഡോപ്പമിൻ തരുന്ന ലഹരിക്കുണ്ടാവുക. അപ്പോൾ നമ്മൾ ചോദിക്കും, അയാൾക്ക് നിർത്തിയാൽ പോരെ, അയാൾക്ക് ബുദ്ധിയില്ലേ, ഇത്രയും വിദ്യാഭ്യാസമല്ലേ, നിർത്തിയാൽ പോരെ? അയാൾക്ക് നിർത്തുന്നുണ്ട്. ഇപ്പോൾ കള്ളുകൂടിയോട് ചോദിച്ചു നോക്കൂ, ഇന്നോടുകൂടി നിർത്തിയെന്നാ പറയുള്ളൂ അല്ലേ? ഇനി ഉണ്ടാവില്ല. സിഗരറ്റ് വലിക്കുന്നോട് ചോദിച്ചു നോക്കൂ, ഇനിയില്ല, നിർത്തുകയാണ്. പക്ഷെ വീണ്ടും അയാൾക്ക് തോന്നുന്നു. എന്തുകൊണ്ട് തോന്നുക? അയാൾ തലച്ചോറ് സമ്മതിക്കുന്നില്ല. തലച്ചോറ് അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ ഹാപ്പി ഹോർമോൺ കിട്ടിയില്ലെങ്കിൽ. അതായത് ഈ ഹാപ്പി ഹോർമോൺ കിട്ടിയിട്ട് വേണം തലച്ചോറിന് ഇയാൾക്ക് സന്തോഷം കൊടുക്കാൻ. മനുഷ്യൻ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ നമ്മൾ പറയും നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി. അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിടൂ. ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം? ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം? സന്തോഷമായിട്ട് ജീവിക്കാൻ, സുഖമായിട്ട് ജീവിക്കാൻ. വേറെ ഒന്നുമില്ല. ജീവിക്കുമ്പോൾ സന്തോഷമായിട്ട്, സുഖമായിട്ട്, സമാധാനമായിട്ട് ജീവിക്കാം. ഇതിൽ സമാധാനവും സന്തോഷവും എന്ന് പറഞ്ഞാൽ സുഖമുണ്ടാക്കുക. എങ്ങനെ മരിക്കാനാണ് ഇഷ്ടം? അതിപ്പോൾ നമ്മുടെ വിഷയം അല്ലാത്തതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ അത് വേറൊരു സംസാരിക്കാം. ഈ നമ്മുടെ ഈ പാരാപ്ലിജിക് അല്ലെങ്കിൽ പാലിയേറ്റീവ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം? അപ്പോൾ എല്ലാവരും പറയും സുഖമായിട്ട് ജീവിക്കണം. എങ്ങനെ മരിക്കാനാണ് ഇഷ്ടം? സമാധാനമായിട്ട് മരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ആ സമാധാനം നമുക്ക് പിന്നീട് ഒരിക്കൽ ഭാഗ്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. സുഖമായിട്ട് ജീവിക്കുക. ഈ സുഖം എന്ന് പറയുന്ന സംഭവം കുറേ പൈസ ഉണ്ടെങ്കിൽ സുഖം ഉണ്ടാവുമോ? ഇല്ല. സുഖം മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. അത് തരുന്നത് തലച്ചോറാണ്. അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ആ സുഖം തരുന്ന വസ്തുവിൻ്റെ, ഇപ്പോൾ ഡയബറ്റിക് ഉള്ളവരുണ്ട്. നിങ്ങൾക്കറിയാം, ഇൻസുലിൻ ഉൽപ്പാദനം കൊണ്ടാണ് ഡയബറ്റിക് വരാതെ നോക്കുന്നത്. ഇൻസുലിൻ്റെ കുറവ് വരുമ്പോഴാണ് ഡയബറ്റിക് വരുന്നത്. അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ ഇൻസുലിൻ നിയന്ത്രിക്കുന്നത്, അതുപോലെ നമ്മുടെ സന്തോഷത്തെ, സുഖത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് ഡോപ്പമിൻ. അത് നമസ്കരിച്ചാൽ കിട്ടും, ചോറുണ്ടാ കിട്ടും, ബിരിയാണി കഴിച്ചാൽ കിട്ടും. ഈ കിട്ടുന്നതിൻ്റെ 10,000 മടങ്ങ് കിട്ടും. എവിടെ നിന്ന്? സിഗരറ്റ് വലിച്ചാലും, കള്ളു കുടിച്ചാലും, മറ്റ് മയക്കുമരുന്നുകൾ ഉപയോഗിച്ചാലും. അപ്പോൾ അത് എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന ഒരാൾക്ക് അമിതമായ തോതിൽ സന്തോഷം കിട്ടുമ്പോൾ ആ സന്തോഷം പിന്നെയും പിന്നെയും കിട്ടാൻ വേണ്ടി അയാളത് പിന്നെയും പിന്നെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മളൊരു പരിചയമില്ലാത്തൊരു കാട് പിടിച്ചൊരു സ്ഥലം, നമ്മൾ അതിലൂടെ ആദ്യം ഒന്ന് നടന്നു പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ കമ്പുകളൊക്കെ ഒന്ന് ചാച്ച് നിർത്തിയിട്ട് നമ്മളങ്ങ് നടന്നു പോകും. ഒരു ചെറിയ വഴിച്ചാലുണ്ടാകും. പിന്നെ വരുന്ന ആൾ പിറ്റേ ദിവസം നമ്മൾ ഒന്നുകൂടി അവിടെ നടക്കുന്നു, വഴിച്ചാലും ഒന്നുകൂടി നന്നാവും. അങ്ങനെ സ്ഥിരമായി നമ്മൾ ആ വഴിക്കോടെ നടക്കുന്നു. അപ്പോൾ ക്രമേണ അതുവരെ കാടായിരുന്നിടത്ത് ഒരു ചെറിയ വഴി ഉണ്ടാകും. അപ്പോൾ നമ്മൾ പോയത് കണ്ട് പിന്നെ വേറെ ആളുകളും ആ വഴിക്ക് വരും. അപ്പോൾ അവിടെ ഒരു നല്ലൊരു വഴി ഉണ്ടാകും. നമ്മുടെ തലച്ചോറ് അങ്ങനെ തന്നെയാണ്. ഒരു ന്യൂറോ പാത്ത് ഉണ്ടാക്കും, ന്യൂറോ വഴി. നമ്മൾ ഒരു കാര്യം ഒന്ന് ചെയ്യുന്നു, പിന്നെയും ചെയ്യുന്നു, പിന്നെയും ചെയ്യുന്നു, ഒരു ന്യൂറോ പാത്ത് ഉണ്ടാകുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് നിർത്തണമെന്ന് വിചാരിച്ചാലും, ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി മരുന്ന് കൊടുത്താലും, ഡോക്ടറെ കണ്ടാലും 1 മാസമോ 2 മാസമോ 9 മാസം വരെയുള്ള കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും ഇയാൾക്ക് എന്ത് ചെയ്യാം? ഇയാൾ ആ കാട്ടിലെ വഴി കാണുമ്പോൾ, ഷാപ്പിൻ്റെ ബോർഡ് കാണുമ്പോൾ, രാത്രി ബാറിൻ്റെ തിളക്കമുള്ളത് കാണുമ്പോൾ, ടി വിയിൽ മദ്യത്തിൻ്റെ ഒരു പരസ്യം കാണുമ്പോൾ, ഒരാൾ മദ്യത്തിൻ്റെ കഥ പറയുമ്പോൾ, എന്തിന് കള്ള് കുടിക്കരുതെന്നുള്ള പ്രസംഗം കേൾക്കുമ്പോൾ പോലും അയാളുടെ ഉള്ളിൽ കള്ള് കുടിക്കാനുള്ള ത്വരയുണ്ടാവുക. കാരണം ഈ മനുഷ്യന് ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ വ്യാഖ്യാനിക്കുക. രസകരമായൊരു മന്ത്രമുണ്ട് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ. കാളികാ തന്ത്രം എന്ന് പറഞ്ഞ ബുക്കിൻ്റെ അകത്ത് ഒരു മന്ത്രമാണ്, എനിക്ക് ഇഷ്ടം തോന്നിയാണ്. പീത്വ പീത്വ പുനർമദ്യം യാവത് പദ്ധതി ഭൂതലെ പുനരുദ്ധായ വൈ പീത്വ പുനർജന്മം ന വിദ്യേ എന്നാണത്. പീത്വ പീത്വ പുനർമദ്യം, മദ്യം പിന്നെയും പിന്നെയും കുടിക്കും. യാവത് ഏതുവരെ? പദ്ധതി ഭൂതലെ, മണ്ണിൽ വീഴുന്നത് വരെ എന്ന് പറഞ്ഞാൽ അടിച്ച് കോണാകുന്നത് വരെ, ബോധം കെട്ടി വീഴുന്നവരെ നീ കള്ള് കുടിക്കുക.
പുനരുദ്ധായ, അവിടെ നിന്ന് എഴുന്നേക്ക്, വൈപ്പീത്വ, പിന്നെയും കുടിക്ക്, പുനർജന്മം നവിധേയ, നീ പിന്നെ ഒരിക്കലും ജന്മത്തെ എണിക്കില്ല. പുനർജന്മം നവിധേയ, നിനക്കൊരു പുനർജന്മം ഉണ്ടാകില്ല. ഈ ശ്ലോകം നമ്മുടെ ഒരു കള്ളുകുടിയനോടാണ് പറയുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും നീ എഴുന്നേക്കില്ലാടാന്ന് അർത്ഥം. പക്ഷേ ഞാൻ ഈ ന്യൂറോപ്പത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ കള്ളുകുടിയൻ ഇതിനെ എങ്ങനെയായിരിക്കും എടുക്കുക? ഇത് ശ്ലോകമാണല്ലോ, സ്വാഭാവികമായിട്ടും ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഈ ഹിന്ദുമത വിശ്വാസത്തിൽ പുനർജന്മം എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് ഈക്വൽ ടു മോക്ഷമാണ്. നമ്മൾ സ്വർഗത്തിൽ പോകാമെന്ന് പറയും പോലെ അവർക്ക് മോക്ഷം കിട്ടാനുള്ള ഒരു മാർഗമാണ് പുനർജന്മം ഇല്ലാതിരിക്കുക. അതായത് പുനർജനി ഇല്ല എന്ന് പറഞ്ഞാൽ ആത്മാവ്, വ്യക്തിയുടെ ആത്മാവ്, ആത്മൻ ബ്രഹ്മാവിൽ, ബ്രഹ്മത്തിൽ, സർവേശ്വരനിൽ ലയിക്കുന്ന പ്രക്രിയയാണ് അവർ മോക്ഷം കിട്ടുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പുനർജനി ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇയാൾക്ക് മോക്ഷം കിട്ടിയെന്നാണ്. ആത്മാവ് ബ്രഹ്മാവിൽ വിലയം പ്രാപിച്ചു, അയാൾക്ക് സ്വർഗം കിട്ടിയെന്നാണ്. അപ്പോൾ ഈ ശ്ലോകം എടുത്തു വെച്ചുകൊണ്ട് അവൻ എന്തെങ്ങനെ വ്യാഖ്യാനിക്കും? കള്ളു കുടിച്ച് കോണ്ടെറ്റി വീണ് പിന്നെയും കള്ളു കുടിച്ചാൽ പുനർജന്മം ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വർഗം കിട്ടുമെന്നല്ലേ മാഷേ, അപ്പം ഞാൻ കുടിച്ചോട്ടെ എന്ന് ചോദിക്കും. അതായത് ന്യൂറോപാത്ത്, തലയിൽ ന്യൂറോണിൽ ഒരു പ്രത്യേക ശീലം കൊണ്ട്, പ്രത്യേകിച്ച് മദ്യം, മയക്കുമരുന്ന് പോലുള്ള ഹൈ ഡോപ്പമിൻ, അല്ലാതെ ഈ മദ്യത്തിനും മയക്കുമരുന്നും വേറെ പ്രശ്നമല്ല നമ്മൾ ഈ പറയുന്നത്, തലച്ചോറിൽ അമിതമായ സന്തോഷമുണ്ടാക്കുകയും അതുവഴി അവിടെ കൃത്യമായ ഒരു വഴി, ഒരു കാട്ടുവഴി ഉണ്ടാക്കുകയും ചെയ്യുന്ന ആ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്തുമാകട്ടെ, അത് ഈ ന്യൂറോപാത്ത് ഉണ്ടാകുകയും അയാൾ ചെയ്യുന്നതിനെല്ലാം അയാൾ ഒരു ന്യായീകരണം കണ്ടെത്തുകയും ചെയ്യും. എന്തുകൊണ്ടാണ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ആൾ ഇപ്പോൾ അഡിക്റ്റാണ്, അയാൾ ട്രീറ്റ്മെൻറ്റ് കൊണ്ടേക്കാണ്. അവൻ പറയുന്നത് ഒന്നാന്തരം ഭാര്യയാണ് എന്ന് പറഞ്ഞാൽ നല്ല കുട്ടി, നല്ല ഓമനത്തുള്ള 3 മക്കൾ, എല്ലാം കൊണ്ട് ഓക്കെ. അവൻ പറഞ്ഞ പെണ്ണുമ്പിള്ള ശരിയല്ല. ഞാൻ എന്താണ് ശരിയല്ലാത്ത? ഇവൾ എന്നെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുക അത്രേ, അതുള്ളൂ പ്രശ്നം. അപ്പോൾ അയാൾ കഴിക്കുന്നതിന് അയാളൊരു റീസൺ കണ്ടെത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കള്ളു കുടിച്ചാൽ ചത്തുപോകുമെന്ന് പറയുമ്പോൾ അത് മോക്ഷം കിട്ടുന്നതല്ലേ എന്ന് പറയുന്ന തരത്തിലേക്ക് ന്യൂറോപാത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇതിനെന്തെങ്കിലും വഴിയുണ്ടോ? ഇതിന് വഴിയെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളോട് ആ വഴിയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എത്ര മാസം വരെ? 6 മാസം മുതൽ 9. ഇപ്പോൾ നമ്മുടെ എക്സൈസിൻ്റെ കീഴിലാണെങ്കിൽ വിമുക്തിയുണ്ട്, ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടും. അല്ലെങ്കിൽ ഒട്ടുമിക്ക നല്ല ഹോസ്പിറ്റലുകളിലും ട്രീറ്റ്മെൻറ്റ് അവിടെ 2 ആഴ്ച 3 ആഴ്ച കിടക്കേണ്ടി വരും. കാരണം ഈ കുടി നിർത്താൻ ശ്രമിക്കുമ്പോൾ അയാൾക്ക് വിഡ്രോവൽ സിൻഡ്രം വരും. വിഡ്രോവൽ, കുടി അല്ലെങ്കിൽ മയക്കുമരുന്ന് ഏതാണെങ്കിലും. കാരണം നമുക്ക് എന്ത് കിട്ടിക്കൊണ്ടിരുന്നതാണ്? ഹൈ ലെവൽ പ്ലഷർ, ഹൈ ലെവൽ സുഖം. ചെറിയ സുഖമൊന്നുമല്ല, അടക്കാനാവാത്ത സുഖം കിട്ടിക്കൊണ്ടിരുന്ന കാര്യം ഒരു സുപ്രഭാതത്തിൽ നിർത്തിയാൽ ഈ സുഖം കിട്ടാൻ വേണ്ടി തലച്ചോറ് പല പണിയും കഴിയും. ഇപ്പം നമ്മൾ ചില ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഹർത്താൽ നടത്തൂലേ, പിക്കറ്റിങ് നടത്തൂലേ? എന്തിനാണ്? ഹർത്താൽ നടത്തിയിട്ട് കാര്യം നേടിയെടുക്കുക. അതുപോലെ ഈ സുഖം നിർത്തിയാൽ ഈ സുഖം പിന്നെയും കിട്ടാൻ വേണ്ടി തലച്ചോറ് ചില ഹർത്താലുകൾ നടത്തും. ആ ഹർത്താലാണ് ഒന്ന് മേല് വിറയ്ക്കുക, ഭയങ്കരമായിട്ട് ദേഷ്യം വരിക, ചിലർക്ക് നെഞ്ചുവേദന, അറ്റാക്ക് പോലെയുള്ള നെഞ്ചുവേദന വരിക, സഹിക്കാൻ വയ്യാത്ത തലവേദന വരിക, കിടന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ പറ്റാതെ വരിക, പേശികളൊക്കെ ഇങ്ങനെ കോച്ചി വലിക്കുക, എല്ലാത്തിനോടും ദേഷ്യം വരിക, തല്ലിപ്പൊട്ടിക്കുക, എറിഞ്ഞൊടുക്കുക, അലറി വിളിക്കുക, തലമുടി വലിച്ചു പറിക്കുക. ഇതൊക്കെ ടെക്നിക്കുകളാണ്, ഹർത്താലുകളാണ്. ആര് നടത്തുന്നത്? തലച്ചോറ് നമ്മുടെ ബോഡിയെ കൊണ്ട് ചെയ്യിക്കുന്നത്. എന്തിനു വേണ്ടി? ഇങ്ങനെ നടത്തുമ്പോൾ എങ്കിൽ എന്തെങ്കിലും ആവട്ടെ, വീട്ടിൽ സമാധാനം കിട്ടിയാൽ മതി. പൊട്ടൻ എന്നാ പോയി കഴിക്കും, അവനൊരു ചെറിയ അളവിലെങ്കിലും സാധനം കൊടുക്കുന്നു. അതായത് ഹർത്താൽ നടത്തി നമ്മളെ ഭീഷണിപ്പെടുത്തി, അതിനാണ് വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറയുക. ഈ കുടി അല്ലെങ്കിൽ വലി, കുടിയും വലിയൊന്നും വേണ്ടാന്ന്. മിക്കവാറും പേരൊക്കെ ചായ കുടിക്കുന്നവരാണല്ലോ മിക്കവാറും, പ്രത്യേകിച്ച് ഞങ്ങൾ ആണുങ്ങൾ നമ്മളൊക്കെ അങ്ങനെയുണ്ട്. ഇപ്പോൾ എൻ്റെ ശീലം തന്നെ പറയാം, ഒരു 3:30-4 മണിയാകുമ്പോൾ ഒരു1/2 ഗ്ലാസ് കട്ടൻ ചായ ആയാലും കിട്ടിയില്ലെങ്കിൽ ഒരു വെപ്രാളം എനിക്കുണ്ട്. എൻ്റെ കാര്യമാണ്. ഞാൻ ചെറിയ വിധത്തിൽ ചായക്ക് അഡിക്റ്റാണ്. ഞാൻ എവിടെ പോയാലും ഫുഡൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ കിട്ടിക്കൊണ്ടിരിക്കാൻ. ഇപ്പോൾ ഇവിടെ ഇരുന്നപ്പോഴും ഞാൻ ഇക്ബാലിനോട് ചോദിച്ചു, ചായ ഉണ്ടോയെന്ന് ചോദിച്ചു. വേറൊന്നുമല്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെറിയതായിട്ട് ചായക്ക് അഡിക്റ്റാണ്. നമ്മളിൽ എത്ര പേർ എന്തെങ്കിലും കാര്യത്തിന് അഡിക്റ്റാണ്?
ഒന്നിനും അഡിക്റ്റ് അല്ലാത്ത ആളൊന്ന് കൈവെക്കാൻ പറഞ്ഞാൽ നമ്മളിൽ എത്ര പേര് കൈവെക്കും? എന്തെങ്കിലും കാര്യത്തിലൊക്കെ അഡിക്റ്റാണ്. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ആ നിർവചനം ഒന്ന് കേട്ടോട്ടോ, രസമുള്ളതാണ്. നമ്മൾ നിയന്ത്രിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നിയന്ത്രിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു വസ്തു, നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു വസ്തു നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അതിനെയാണ് ലഹരി അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന് പറയുക. സിമ്പിളാണ് എന്ന് പറഞ്ഞ്, നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു വസ്തു അല്ലെങ്കിൽ നമ്മളുടെ അടിമയായി നിൽക്കേണ്ട ഒരു വസ്തു, നമ്മൾ അതിൻ്റെ അടിമയായി പോയാൽ നമ്മളിൽ എത്ര പേർ, ഞാൻ ഉൾപ്പെടെയുള്ള എത്ര പേർ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ അങ്ങനെയും കൂടി ഉണ്ടല്ലോ, സൈബർ ഡയറ്റ് എന്നുണ്ട്, നമ്മളിൽ എത്ര പേര് മൊബൈലിൻ്റെ അഡിക്റ്റാണ്? സത്യം പറഞ്ഞാൽ നമ്മളിൽ ഓൾമോസ്റ്റ് എല്ലാവരും അതെ. എന്നിട്ട് നമ്മൾ ആരെയാ കുറ്റം പറയുക? കുഞ്ഞിനെ കുറ്റം പറയുക. മോൻ എപ്പോഴും മൊബൈലിലാണ് സാറേ, അവൻ 24 മണിക്കൂർ മൊബൈലിലാണ്. ഒരു ചെറിയൊരു എക്സസൈസാണ്, ഒന്ന് കൂടാമോ എൻ്റെ കൂടെ? ഒരു സെക്കൻഡ് മതി. നിങ്ങളുടെ ആ വലത് കയ്യിൽ മൊബൈൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കൈ ഒന്ന് മാറ്റുക. വലത് കൈ എന്നെ ഒന്ന് പൊക്കി കാണിച്ചേ. വലത് കൈ എല്ലാവരുടെയും. ഓക്കെ, ഇനി തെറ്റിക്കരുത് കേട്ടോ, എന്നെ തന്നെ നോക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. എന്നിട്ട് നിങ്ങൾ ഈ വലത് കയ്യിൽ ചെറുവിരലേന്ന് മുതൽ 1 2 3 4 5 ഒന്ന് എണ്ണിക്ക്. 1 2 3 4 5. എന്നിട്ട് എല്ലാവരും എൻ്റെ നേരെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കവളത്ത് പിടിച്ചേ. ഓക്കെ, കൈ അനക്കരുത് കേട്ടോ. വളരെ ബുദ്ധിയുള്ള മിടുക്കരായ മുജാഹിദിൻ്റെ ധീരശൂര പരാക്രമികളുടെ കവിള് ഇവിടെയാണോ? എവിടെയായിരുന്നു കവിള്? എൻ്റെ മുമ്പിലിരുന്ന് പിടിച്ചവരിൽ എനിക്ക് കുറേ പേരെ കാണാം. കണ്ണിന് ചെറിയ പ്രശ്നമാണ്, ബാക്കിൽ കാണാൻ പാടില്ല. എങ്കിലും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ ഇരിക്കുന്നതിൽ 90% പേരും കവിളത്ത് പിടിക്കാൻ പറഞ്ഞപ്പോൾ അല്ലേ അവിടെ പിടിച്ചത്. നിങ്ങളുടെ കവിള് ഇവിടെയായിരുന്നോ ഇവിടെയായിരുന്നു അറിയാം. പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ പിടിച്ചേ? അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു അരമണിക്കൂറായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ഈ പുള്ളി വലിയ ആളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് നേരത്തേക്ക് ഞാനൊരു മോഡലാണ്, ഞാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു കവളത്ത് പിടിക്കാൻ പറഞ്ഞു. ഇതേ ഞാൻ ഈ കർട്ടൻ്റെ മറവിൽ നിന്നിട്ടാണ് പറഞ്ഞതെങ്കിൽ, നിങ്ങൾ എന്നെ കാണാത്തൊരിടത്ത് നിന്നിട്ടാണ് ഞാൻ പറഞ്ഞതെങ്കിൽ, നിങ്ങൾ എവിടെ പിടിക്കും? ഒരു സംശയമില്ല, കവളത്ത് പിടിക്കും. ഇതെന്താ പറ്റിയത്? എങ്ങനെയാണ് ഞാൻ നിങ്ങളെ പറ്റിച്ചേ? ഞാൻ മനഃപൂർവ്വം പറ്റിച്ചതാ? എങ്ങനെയാണ് പറ്റിച്ചേ? നിങ്ങൾ എന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ പറയുന്നു, നല്ല വോളിയമുണ്ട്, നല്ല മൈക്കുണ്ട്, പക്ഷേ നിങ്ങൾ എൻ്റെ വോയിസിനേക്കാൾ കൂടുതൽ എൻ്റെ പ്രവൃത്തി, എൻ്റെ ആക്ഷൻ, ഞാൻ എന്ത് ചെയ്യുന്നു എന്നത്, എൻ്റെ ഡീഡ്സ്, അതാ നോക്കിക്കൊണ്ടിരുന്നത് ആണല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ പിടിച്ചു. അപ്പം നിങ്ങൾ കവിളെന്ന് കേട്ടെങ്കിലും നിങ്ങളത് ശ്രദ്ധിച്ചില്ല. നിങ്ങൾ എന്ത് ചെയ്തു? എൻ്റെ ഫോളോ ചെയ്ത് നിങ്ങൾ താഴെ പിടിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെയല്ലേ ഫോളോ ചെയ്യുക? നമുക്ക് എത്ര എണ്ണത്തിന് ആത്മാർത്ഥമായ ധൈര്യമുണ്ട് എന്നെ കണ്ടു പഠിക്കടാ എന്ന് പറയാൻ, ഞാൻ ചെയ്യും പോലെ ചെയ്ത് പഠിക്കുമെന്ന് പറയാൻ. നമ്മുടെയൊക്കെ മുമ്പിൽ വരുന്ന രക്ഷകർത്താക്കൾ ഞങ്ങളോട് പറയുന്നതാണ്, സാറേ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ മോനെങ്കിലും നന്നാവണം. നമ്മുടെ വീട്ടിൽ എത്രയോ ഉദാഹരണങ്ങളാണ്. നമ്മുടെ മക്കൾ എന്തുകൊണ്ട് ഈ ഹൈ ഡോപ്പമിൻ കിട്ടുന്ന സാധനങ്ങളിലേക്ക് പോകുന്നു എന്നതിന് ഉദാഹരണമാണ് പറയുന്നത്. വാപ്പാനെ കണ്ടു പഠിച്ചു എന്ന്. ഇല്ല സാറേ, ഞാൻ ഇന്ന് വരെ മദ്യം തൊട്ടിട്ടില്ല, ഞാൻ ഇന്ന് വരെ കഞ്ചാവ് തൊട്ടിട്ടില്ല. നിങ്ങൾ കഞ്ചാവ് തൊടണ്ട, മദ്യം തൊടണ്ട, നിങ്ങളെ കണ്ടു പഠിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിളാണ് പറയുന്നത്, കുഞ്ഞ് എക്സാമ്പിൾ. ഇപ്പം ഞാൻ താഴെ പറഞ്ഞാൽ ഒന്ന് ആലോചിക്കൂ. വൈകുന്നേരം മഗ്‌രിബൊക്കെ കഴിഞ്ഞ് സ്വന്തം വീട്ടിലൊരു യാസീനൊക്കെ ഒരു നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. വാപ്പ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ ഏത് സാഹചര്യം വന്നാലും അള്ളാഹുവിനെ ഓർത്ത് സത്യം മാത്രമേ പറയാവൂ, സത്യം മാത്രമേ പറയാവൂ, സത്യം മാത്രമേ പറയാവൂ, സത്യം വദ ധർമ്മം ചര, സത്യം പറയണം. ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോന് വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, സത്യം പറയണം. ഉമ്മ പറയാണ്, സത്യം പറയണം. ആ സമയത്ത് രണ്ട് സാഹചര്യങ്ങൾ. ഒന്ന്, അപ്പുറത്തെ വീട്ടിലെ മക്കാരിക്ക വരികയാണ്. ആ മക്കാരിക്ക ഇടയ്ക്കിടയ്ക്ക് വരുന്നത് പൈസ കടം വാങ്ങാനാണ്. വാങ്ങിയാൽ കിട്ടാൻ പ്രയാസമാണ്. വാപ്പ മോനോട് പറയും, എടാ മക്കാരിക്ക വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വന്നില്ല എന്ന് പറഞ്ഞേക്കും, കടയിൽ നിന്ന് വന്നില്ല എന്ന് പറഞ്ഞേക്ക്. ഓക്കെ, വാപ്പ അവിടെ പോയിരിക്കുന്നു.
മോൻ നിൽക്കുന്നു, മക്കാരിക്ക വരുന്നു, മോനെ വാപ്പ വന്നില്ല മക്കാരിക്ക. അതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത്? സത്യം പറയണം. ഈ കുഞ്ഞ് എന്തു പഠിച്ചു? സത്യം പറയണം എന്ന് പഠിച്ചോ? ആവശ്യമുള്ളപ്പോൾ നുണ പറയാമെന്ന് പഠിച്ചോ? പഠിപ്പിച്ച് വെച്ചേക്കാണ് മക്കളെ. ഉമ്മയുടെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യാണ്. ഉമ്മ പോയി നോക്കി, നാത്തൂനാണ് മൂശട്ട. ഇപ്പം എങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം പോക്കാം. കൊച്ചിനോട് മോളെ ആ ഫോണൊന്നും എടുത്തേരെ, ഉമ്മ നിസ്കരിക്കുകയെന്ന് പറഞ്ഞേക്ക്. കൊച്ചു പോയി ഫോൺ എടുത്തു. ഉമ്മ നിസ്കരിക്കുക കേട്ടോ, അല്ലെങ്കിൽ ടോയ്ലറ്റിലാണ്, കുറച്ച് കഴിഞ്ഞ് വിളിക്കുക. ഈ കൊച്ചിനോടാണ് നിങ്ങൾ പറഞ്ഞത് എന്ത്? മോനെ എന്ത് വന്നാലും ഉമ്മയുടെ അടുത്ത് സത്യം മാത്രമേ പറയാവുള്ളൂ. കൊച്ചു കാര്യങ്ങളിൽ നിന്ന് വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട് എത്രയോ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഈ താടേ കവളും പറഞ്ഞത്. ആസ് എ പാരൻറ്റ്, നിങ്ങൾ ഫാമിലി മീറ്റ് ആണല്ലോ, ഫാമിലിയിൽ മുതിർന്ന ആളുകളുണ്ടല്ലോ, നിങ്ങളൊരു റോൾ മോഡൽ കാണിച്ചു കൊടുക്കുക. എങ്ങനെയാണ് നമ്മുടെ മതം, മുഹമ്മദ് നബി വന്നിട്ട് എങ്ങനെയാണ് ഈ മതം പ്രചരിപ്പിച്ചത്? ഖുർആനോട് കേൾപ്പിക്കുകയാണോ ചെയ്തത്? അല്ലല്ലോ. എനിക്ക് ആ വിഷയത്തിൽ ഒരുപാട് അറിവ് കുറവാണ്, മതപരമായ കാര്യങ്ങൾ. അദ്ദേഹം ഓതി കേൾപ്പിക്കുകയൊന്നുമല്ല ചെയ്തത്, അദ്ദേഹം കാണിച്ചു കൊടുക്കുക ചെയ്തത്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു സഹാബിയോട്, കൂട്ടുകാരനോട്, സഖാവിനോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് പട്ടിണി കിടക്കുന്നവനെ കെട്ടിപ്പിടിക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ ഉണ്ടില്ലെങ്കിലും അവനെ കൂട്ടേണ്ടത്, എങ്ങനെയാണ് ഞാൻ ഉടുത്തില്ലെങ്കിലും അവനെ ഉടുപ്പിക്കേണ്ടത്. മതം പഠിപ്പിച്ച എല്ലാ പ്രവാചകരും ഇതങ്ങോട്ട് കാണിച്ചു കൊടുക്കുക ചെയ്തത്. അല്ലാതെ അവിടെ വന്നിട്ട് ഇത് ഓതി കേൾപ്പിക്കുകയല്ല, നിയമം പറയുകയല്ല ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുട്ടികളിൽ നമുക്ക് എത്രമാത്രം ഒരു ദിനചര്യ, അല്ലെങ്കിൽ ഒരു റോൾ മോഡൽഷിപ്പ്, എൻ്റെ വാപ്പ ഇന്നത്, എൻ്റെ ഉമ്മ ഒക്കെ എന്ന് പറയാവുന്ന റോൾ മോഡൽ നമ്മൾ എത്ര പേര് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള നമ്മുടെ കൊച്ചു കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം നന്നാക്കാനൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് കുട്ടികളുടെ മുമ്പിൽ, സ്വന്തം കുട്ടിയാവട്ടെ, പേരമക്കളാവട്ടെ, മക്കളുടെ മുമ്പിൽ അണ്ടർ ദി സർവലൻസ്. വീട്ടിൽ കുറേ ക്യാമറ വെച്ചിട്ടുണ്ട്. കുഞ്ഞുമക്കളുടെ കണ്ണുകൾ, കാതുകൾ എന്ന് പറയുന്നത് CCTV ക്യാമറയാണ്. ശബ്ദം പിടിക്കും, എല്ലാം പിടിച്ചെടുക്കും. ആ ക്യാമറ എവിടെയൊക്കെ ഉണ്ടോ അതിൻ്റെ മുമ്പിൽ നിങ്ങളൊരു റോൾ മോഡൽഷിപ്പ് കാണിച്ചു കൊടുക്കുക. എല്ലാ കാഴ്ചയിലും 10 മാർക്ക് വാങ്ങിച്ചുകൊണ്ട്, 100ൽ 10 മാർക്ക് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ 90 മാർക്ക് മിസ്സായതിനെ കുറിച്ചല്ല, 10 മാർക്ക് കിട്ടിയതിനെ കുറിച്ച് പറഞ്ഞിട്ട് അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് നോക്ക്. പ്രത്യേകിച്ച് വിഷമഘട്ടങ്ങളിൽ, തോറ്റു നിൽക്കുമ്പോൾ, പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ, കുറ്റം ചെയ്തിട്ട് നിൽക്കുമ്പോൾ, തകർന്നു നിൽക്കുമ്പോൾ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് നോക്ക്. അവൻ എങ്ങോട്ടും പോയില്ല. എന്തുകൊണ്ടാ? കുട്ടി നിങ്ങളോട് വർത്തമാനം പറയാതെ ലൈബ്രറിയിൽ പോയിരുന്ന്, ക്ലബിൽ പോയിരുന്ന് കൂട്ടുകാരനോട് നേരം വെളുക്കുവോളം വർത്തമാനം പറയുന്നേ. അവന് പറയാനുള്ളത് നമ്മുടെ വീടുകളിൽ കേൾക്കുന്നില്ല. നമ്മൾ ആ ഒരു പോയിന്റ് കൂടി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ സമയമായി. ആ ഒറ്റയ്ക്കൊരു പോയിന്റ് കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. നമ്മുടെ വീടുകളിൽ ആശയവിനിമയം, കമ്മ്യൂണിക്കേഷനിൽ എന്താ ഏറ്റവും വലിയ പ്രധാനം? നമ്മൾ പറയലാണോ കേൾക്കലാണോ? കമ്മ്യൂണിക്കേഷൻ, വർത്തമാനം എന്ന് പറഞ്ഞാൽ 2 കാര്യമാണ്. ഒരാൾ പറയുക, ഒരാൾ കേൾക്കുക. കമ്മ്യൂണിക്കേഷനിൽ, ആശയവിനിമയത്തിൽ ഏതാണ് കൂടുതൽ വേണ്ടത്? പറച്ചിലാണോ കേൾക്കലാണോ? പറയുമ്പോൾ നമ്മളങ്ങനെ പറയും കേൾക്കലാണ് കൂടുതൽ വേണ്ടത്. കമ്മ്യൂണിക്കേഷനിൽ കേൾക്കലാണ് കൂടുതൽ വേണ്ടത്. ഇനി നമ്മുടെ ലൈഫ് എടുക്കുക. നമ്മുടെ ലൈഫിൽ നമ്മൾ കൂടുതൽ പറയുകയാണോ കേൾക്കുകയാണോ? ഒരു സംശയമില്ല, നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ കൂടുതൽ പറയും, കേൾക്കില്ല. എന്നിട്ട് നമ്മുടെ പരാതി എന്താ? മാഷേ, എൻ്റെ കൊച്ചു പറഞ്ഞാൽ കേൾക്കില്ല, എൻ്റെ മോൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, എൻ്റെ വൈഫ് പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞാൽ ഒട്ടും കേൾക്കില്ല, ഗ്രാൻഡ് പാരൻസ് കേൾക്കുന്നില്ല. എപ്പോഴും നമുക്കൊരു പരാതിയുണ്ട്, മറ്റുള്ളവർ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. പ്രത്യേകിച്ച് ഫാമിലി ലൈഫിൽ അത് ഒരുപാടുണ്ട്. അമ്മമാർ പ്രത്യേകം പറയാറുണ്ട്. കൗൺസിലിങ്ങിലേക്ക് വരുമ്പോഴുള്ള ഒന്നാമത്തെ പരാതിയാണ്, എനിക്ക് ഈ വീട്ടിലൊരു സ്ഥാനമില്ല, ഞാൻ പറഞ്ഞാൽ ആരും കേൾക്കില്ല. ഒരു കുഞ്ഞു കഥ പറയാം, കുഞ്ഞാപ്പുച്ചേട്ടൻ്റെ കഥ. കുഞ്ഞാപ്പുച്ചേട്ടൻ കല്യാണം കഴിച്ച്, ചേട്ടന് 60 വയസ്സ്, ചേച്ചിക്ക് 55 വയസ്സ്, കുട്ടികളൊന്നുമില്ല, പ്രേമിച്ച് കെട്ടിയതാണ്. 60 വയസ്സായപ്പോൾ കുഞ്ഞാപ്പുച്ചേട്ടന് സംശയം, എൻ്റെ ഭാര്യയുടെ കേൾവി ശക്തി കുറഞ്ഞു വരുന്നുണ്ടോ? കാരണം ഇപ്പോൾ പഴയ പോലെ പറയുന്നൊന്നും അങ്ങോട്ട് കേൾക്കണില്ല. അപ്പോൾ കുഞ്ഞാപ്പുച്ചേട്ടൻ മൂവാറ്റുപുഴ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ENT ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞു, ഡോക്ടറെ, എൻ്റെ ഭാര്യ ചിരിത, 56 വയസ്സ്, കുറച്ചായിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓക്കെ, ഭാര്യയെ വിളിക്ക്. ഇല്ല, അവളെ വിളിക്കാൻ പറ്റില്ല,
അവളോട് പറഞ്ഞാൽ അവൾ സമ്മതിക്കില്ല. അല്ല, എങ്കിൽ പിന്നെ രോഗിയില്ലാതെ എങ്ങനെയാണ് കാഴ്ചശക്തി കേൾവിശക്തി പരിശോധിക്കുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നു ഡോക്ടറെ, കുടുംബ കലഹം ഉണ്ടാക്കരുത്. അവളോട് കേൾവി കുറവാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ വലിയ പ്രശ്നമാകും. അറിയാലോ, നമ്മുടെയൊക്കെ വീട് അങ്ങനെയാണല്ലോ, ഇത് സാധനത്തിന് ഒരു കുറ്റവും പറയാൻ പാടില്ല. അതുകൊണ്ട് ഡോക്ടർ എന്തെങ്കിലും ഒരു മരുന്ന് താട്ടെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മരുന്ന് തരാൻ പറ്റില്ല, നിങ്ങളൊരു ടെസ്റ്റ് ചെയ്യൂ. ഇയാൾ പറഞ്ഞു, ടെസ്റ്റിനായാലും അതിനെ വിളിച്ചാൽ വരില്ല, അവൾ അങ്ങനത്തെ സാധനമാണ്, വീടിന് തീ കൊടുക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി ഒരു ടെസ്റ്റ് ചെയ്യുക. അതെങ്ങനെ ചെയ്യും ഡോക്ടറെ? നിങ്ങളുടെ വൈഫ് എവിടെയെങ്കിലും നിൽക്കുമ്പോൾ നിങ്ങൾ പുറകിൽ നിന്ന് ചെന്നിട്ടൊന്ന് വിളിക്കുക. അവൾ കാണാതെ പുറകിൽ നിന്ന് വിളിക്കുക. അപ്പോൾ എത്ര ദൂരെ നിന്ന് വിളിക്കുമ്പോൾ കേൾക്കുമെന്ന് നോക്ക്, എന്നിട്ട് എന്നോട് പറയും. അപ്പോൾ അവളുടെ കേൾവി ശക്തി എത്രയുണ്ടെന്ന് ഞാൻ അപ്പം പറയാം, എന്നിട്ട് മരുന്നിനെ കുറിച്ച് ആലോചിക്കാം. അപ്പോൾ അങ്ങനെ കുഞ്ഞാപ്പു ചേട്ടൻ മനസ്സിലോടെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. എങ്ങനെ ഈ മൂഢവീടെ പുറകിൽ നിന്ന് വിളിക്കും എന്ന് നോക്കി നിൽക്കുമ്പോൾ ഭാഗ്യത്തിന് ഈ സാധനം അടുക്കളപ്പുറത്തിരുന്ന് മീൻ നന്നാക്കുക. അപ്പോൾ കണ്ടിട്ടില്ല, രക്ഷപ്പെട്ടു. അപ്പോൾ ഒരു ദൂരമൊക്കെ നോക്കി, ഒരു 10-50 മീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇയാൾ വിളിച്ചു ചോദിച്ചു, എടീ ചിരിതേ, ഇന്ന് എന്ത് മീനാ? ചിരിത മിണ്ടുന്നില്ല. 50 മീറ്റർ കേൾവി ശക്തിയില്ല. ഇയാൾ കുറച്ചുകൂടി ചെന്നു, ഒരു 25 മീറ്റർ ചെന്നു, ചോദിച്ചു, എടി മോളെ ചിരിതേ, ഇന്ന് എന്ത് മീനാടി? മോള് ചിരിത മിണ്ടുന്നില്ല, 25 മീറ്ററും കേൾവി ശക്തിയില്ല. ഇയാളൊരു 10 മീറ്റർ ചെന്നു, എടി പെണ്ണെ പൊന്നെ ചക്കരെ ചിരിതേ, എന്ത് മീനാടി? പെണ്ണ് പൊന്ന് ചക്കര ചിരിത മിണ്ടുന്നില്ല, 10 മീറ്ററും കേൾവി ശക്തിയില്ല. പിന്നെ ഇയാൾ തൊട്ട് പുറകിൽ ചെന്നു, എൻ്റെ കർത്താവെ ആറ്റുനോട്ടുണ്ടായ ഏക ഭാര്യയാണ്, കേൾവി ശക്തി പോയല്ലോ എന്ന് വിചാരിച്ച് ചോദിച്ചു, എടി മോളെ ഇന്ന് എന്ത് മീനാ കിട്ടിയേ? മോള് മിണ്ടുന്നില്ല, 1 മീറ്ററും കേൾവി ശക്തിയില്ല. ഇയാളുടെ ഹൃദയം തകർന്നു. ആകെ ഒരു 2 പേരുള്ളൂ വീട്ടിൽ. അവസാനം ഇയാൾ സങ്കടപ്പെട്ടിട്ട് ഇവളുടെ ഫ്രണ്ടിൽ ചെന്നു, എന്നിട്ട് ചോദിച്ചു, എടി പെണ്ണെ ഇന്ന് എന്ത് മീനാ കിട്ടിയേ? അപ്പം മനുഷ്യ, നിങ്ങളാ ഗേറ്റിങ്ങിൽ നിന്ന് ചോദിച്ചപ്പോൾ മുതൽ ഞാൻ പറയുന്നുണ്ട്, ഇന്ന് കിളിമീനാ കിട്ടിയെന്ന്. ഗേറ്റിങ്ങിൽ നിന്ന് ചോദിച്ചപ്പോൾ മുതൽ ഞാൻ മറുപടി പറയുന്നുണ്ട്, എന്ത് കിളിമീനാന്ന്. അപ്പം ഗേറ്റിങ് വന്നതറിഞ്ഞു, ഈ ചോദിച്ചത് മുഴുവൻ അറിഞ്ഞു, ഇവൾ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പരാതി എന്താ? ഞാൻ പറയുന്നുണ്ട്, അവൾ കേൾക്കുന്നില്ല. സത്യത്തിൽ ആർക്കാ സുഹൃത്തുക്കളെ കേൾവിയുടെ കുറവ്? നമ്മുടെ ഭാര്യമാർ പറയും നമ്മൾ എത്രമാത്രം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ പറയുന്ന എത്ര, ഭാര്യമാരെ വിട്, ജീവിതം അങ്ങനെ പോട്ടെ, നമുക്ക് നമ്മുടെ മക്കളാണല്ലോ പ്രശ്നം, നമ്മുടെ കൂടപ്പറപ്പുകളാണല്ലോ പ്രശ്നം. എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് കൂടപ്പറപ്പിന്. എന്തുകൊണ്ട് മക്കൾ നമ്മളോട് സംസാരിക്കാതെ അവിടെ പോയിട്ട് സംസാരിക്കുന്നു? വീട്ടിൽ വന്നാൽ മക്കൾ മൗനമായി പോകുന്നു. ഒരു കാര്യം, ഒറ്റയ്ക്കൊരു കാര്യമുള്ളൂ, നിങ്ങളൊന്ന് അവനോട് സംസാരിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ എത്ര വീടുകളിൽ ഒരുമിച്ചുള്ള ഭക്ഷണം, ആ കാര്യം, ആ പോയിന്റ് അവസാനിപ്പിക്കുകയാണ്. ഫാമിലി സെറ്റിങ്സ് ഒന്ന് മാറ്റിക്കൂടെ? നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട്, എൻ്റെ വാപ്പായ്ക്ക് എളുപ്പം, എൻ്റെ വാപ്പ മുളകക്കാരനാണ്, പിന്നെ ഞങ്ങൾ പഴിക്കാവിളിക്ക് പോയിന്നേ ഉള്ളൂ. എല്ലാ പണിയും കഴിഞ്ഞാൽ ലാസ്റ്റ് വാപ്പായും ഉമ്മയും ഒക്കെ കൂടെ കൂടി ഇരുന്നിട്ട് നിലത്ത് ചമ്പ്രം പടിഞ്ഞ് കൊരണ്ടിപ്പലയിൽ എവിടെയും എല്ലാവരും കൂടി ഇരിപ്പുണ്ട്. ഒരു ചക്കക്കുരു മാങ്ങയൊക്കെ ഉണ്ടാവുള്ളൂ, ഒരു ഉണക്കമീൻ ചുട്ടതും. എങ്കിലും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വാപ്പ ഒരു കഥ പറയും, ഉമ്മ ഒരു കഥ പറയും. ഇത് കേൾക്കുമ്പോൾ മൂത്ത പെങ്ങളൊരു കഥ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ അവസ്ഥ നോക്കൂ. ഡൈനിങ് ടേബിളുണ്ട്, ആർഭാടപൂർവമായ ഭക്ഷണമുണ്ട്. ഒന്നുകിൽ അവിടെ TV ഉണ്ടാകും, ഇല്ലെങ്കിൽ മോൻ ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്യുന്നുണ്ടാവും, ഉമ്മ വാട്സപ്പിൽ മെസ്സേജ് നോക്കുന്നുണ്ടാവും, വാപ്പ വാർത്ത കേൾക്കുന്നുണ്ടാവും. ആവറേജ് അവസ്ഥയാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും, തിരക്കാണ് എല്ലാവർക്കും, ഒരു അരമണിക്കൂർ ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും എല്ലാ ഇലക്ട്രോണിക്സും, TV, മൊബൈൽ ഫോൺ, ടാബ്, സകലതും ഓഫ് ചെയ്ത് വേറെ മുറിയിൽ വെച്ചിട്ട് ആ മക്കളുടെ കണ്ണിലേക്കൊക്കെ ഇച്ചിരി നോക്ക്. എത്ര ദിവസമായിട്ടുണ്ടാവും, എത്ര നാളായിട്ടുണ്ടാവും മക്കളുടെ കണ്ണിലേക്ക് അല്പസമയം സൂക്ഷിച്ച് നോക്കിയിട്ട്, രോക്ഷത്തോടെയും രൂക്ഷമായിട്ടുമല്ല, കുറേ നേരം മക്കളുടെ കണ്ണിലേക്ക്, ഭാര്യയുടെ കണ്ണിലേക്ക് ഇച്ചിരി നേരം നോക്കിയിട്ട്, ഒരുപാട് കാലമായി നമ്മളൊക്കെ വെറുതെ പറയാണ്, ഇല്ല സാർ ഇന്ന് രാവിലെ പോന്നപ്പോഴും ഞാൻ നോക്കി, എന്നിട്ടോ ഉച്ചക്കത്തേക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് വാറണ്ട് കിട്ടിയിട്ടുണ്ട്, നിർത്തിക്കൊള്ളാനാണ്. ഓക്കെ, നിർത്തുകയാണ്. ഈ ഫാമിലി സെറ്റപ്പ് ഒന്ന് റീഷെഡ്യൂൾ ചെയ്യും, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക. ഇതൊന്ന് ഇത്തരം ഇലക്ട്രോണിക്സ് മാറ്റി വെച്ചിട്ട് സംസാരിക്കുക, വർത്തമാനം പറയുക, ചിരിക്കുക. അപ്പോൾ കിട്ടുന്നൊരു ഡോപ്പമിനുണ്ട്. ആ ഫാമിലി സെറ്റപ്പ്
റീഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഡോപ്പമിൻ, തലച്ചോറിൻ്റെ സന്തോഷം, ആ സന്തോഷം അത് കുറച്ച് കൂടിക്കൂടി വന്നാൽ അങ്ങനെ കൂടുതൽ കിട്ടുന്ന കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ടും അമിതമായി ഡോപ്പമിൻ കിട്ടുന്ന മറ്റു വഴികളിലേക്ക് പോകാൻ നോക്കും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. അസ്സലാമു അലൈക്കും.